ലീഡേഴ്സിനും പുതിയതായി വന്നിട്ടുള്ള ഗസ്റ്റുകൾക്കും ഇന്നത്തെ നമ്മുടെ സൂം POPയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെ സൂം പ്രോഗ്രാം ആരംഭിക്കുകയാണ്. സമയം ഇപ്പോൾ 8:05 കഴിഞ്ഞു. ഏതാണ്ട് വരുന്ന 1 മണിക്കൂർ സമയം നമ്മുടെ ഈ പ്രോഗ്രാം സശ്രദ്ധം കേൾക്കുവാനും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഇന്ന് പ്രിയപ്പെട്ടവരുടെ ക്ഷണം സ്വീകരിച്ച് ആദ്യമായിട്ട് ഈ പ്രോഗ്രാം കേൾക്കുന്നവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് നമുക്കെല്ലാം ഈ ഒരു അവസരം തന്ന ഭഗവാനെ ഒരു നിമിഷം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ സൂം BOP നമുക്ക് ആരംഭിക്കാം. ഓക്കെ, താങ്ക് യു ലീഡേഴ്സ്. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജയമോൻ എന്നാണ്. ഞാൻ കോട്ടയം സ്വദേശിയാണ്. കഴിഞ്ഞ 3 വർഷക്കാലമായി നിങ്ങളിവിടെ കേൾക്കുവാൻ പോകുന്ന ഈ ഒരു പ്രൊജക്റ്റ് ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ഏറ്റെടുത്ത് ചെയ്യുന്നു. ബേസിക്കലി ഞാനൊരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു. ഈ ഒരു പ്രൊജക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാൻ പൂർണ്ണമായും ആ മേഖലയിൽ നിന്ന് വിട്ട് ഇന്നിപ്പോൾ നമ്മൾ അറിയാൻ പോകുന്ന ഈ ഒരു മേഖലയിൽ സജീവമായി എൻ്റെ സാന്നിധ്യം ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന ഈ ഒരു പ്രൊജക്റ്റ് എന്താണെന്ന് വളരെ വിശദമായി ഇവിടെ അവതരിപ്പിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഇന്ന് മനുഷ്യ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നാണ് ആരോഗ്യ പ്രശ്നം. ആരോഗ്യ പ്രശ്നത്തെക്കാൾ ഉപരി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് കൂടിയാണ് നമ്മുടെയൊക്കെ സാമ്പത്തിക പ്രശ്നം. അങ്ങനെ ആരോഗ്യ പ്രശ്നവും സാമ്പത്തിക പ്രശ്നവും പരിഹരിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മൂന്നാമത് ഒരു കാര്യം നമുക്ക് സാധിച്ചെടുക്കാനില്ല. അതുകൊണ്ട് ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാനും സമ്പത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും ഉതകുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് കേൾക്കുവാനും അറിയുവാനും പഠിക്കുവാനും വേണ്ടിയാണ് ഇന്ന് ഈ ഒരു സായസന്ധ്യയിൽ നമ്മളെല്ലാം ഒത്തുചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട ആദ്യമായി ഈ സൂമിലേക്ക് ആരെങ്കിലും അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു ബന്ധുവിന്റെയോ അല്ലെങ്കിൽ സുഹൃത്തിന്റെയോ ഒക്കെ ക്ഷണം സ്വീകരിച്ചായിരിക്കാം നിങ്ങൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നിങ്ങളുടെ മറ്റ് പല കാര്യങ്ങളും മാറ്റിവെച്ച് സംബന്ധിക്കുന്നത്. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു 1 അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമാവില്ല. നേരെ മറിച്ച് നമ്മുടെയൊക്കെ ലൈഫെ മാറ്റിമറിക്കുന്ന, നമ്മുടെ മൈൻഡ് സെറ്റെ പൊട്ടിക്കുന്ന ഒരു വലിയൊരു കാര്യമാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല. ഈ പ്രോഗ്രാമിന്റെ പേര് BOP എന്നാണ്, ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രോഗ്രാം എന്നാണ്. ഈ പ്രോഗ്രാം നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുന്നത് കോഴിക്കോട് വടകര സ്വദേശിയായിട്ടുള്ള ശ്രീ മിനീഷ് സാറാണ്. അദ്ദേഹം ദീർഘകാലം വിദേശത്തായിരുന്നു. അതിനുശേഷം നാട്ടിലെത്തി മറ്റു പല ജോലികളും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു പ്രൊജക്ട് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കിട്ടുന്നത്. ഈ ഒരു പ്രൊജക്ട് എന്താണെന്ന് വളരെ വിശദമായി പഠിച്ച് മനസ്സിലാക്കി വളരെ ഡെഡിക്കേഷനോടുകൂടി ആത്മാർത്ഥമായി ഈ ഒരു മേഖല തന്റെ പ്രൊഫഷനാക്കി മാറ്റിക്കൊണ്ട് ഇന്ന് മുന്നേറുന്ന പ്രിയപ്പെട്ട മനീഷ് സാർ. അദ്ദേഹത്തിന്റെ പ്രോഗ്രാമുകളിൽ കയറുന്നവർക്കറിയാം, പുതിയ പുതിയ അറിവുകളും നമ്മൾ കേട്ടിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് ഒരു പുനർവിചിന്തനത്തിന് വിധേയമാക്കുന്ന തരത്തിലുള്ള നമ്മുടെ ആ ഒരു അവയർനെസ് വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ പല പ്രോഗ്രാം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഉറപ്പായും ഇന്നത്തെ ഈ പ്ലാൻ പ്രസന്റേഷൻ നമുക്ക് വളരെ പ്രയോജനകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പ്. വേണ്ടി വളരെ സ്നേഹാദരവും ക്ഷണിക്കുകയാണ്. സാർ പ്ലീസ് കം ഓൺ. താങ്ക് യു ജയമോൻ സാർ. സൗണ്ട് ക്ലിയർ അല്ല സാർ? ഓക്കെ സാർ, ക്ലിയർ. വെൽക്കം ഓൾ. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ഒരു സൂം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജയമോൻ സാർ ഓൾറെഡി വളരെ ഭംഗിയായി ഞങ്ങൾ രണ്ടുപേരെയും ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന പുതിയ ആളുകളിലേക്കാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഒരുപക്ഷെ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തോ ബന്ധുവോ നേരത്തെ ജയമോൻ സാർ പറഞ്ഞതുപോലെ നിർബന്ധിച്ചോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ചിന്തിപ്പിച്ചോ ഒക്കെ ആയിരിക്കും ഈ ഒരു അല്ലെങ്കിൽ ആരോഗ്യം
അനാരോഗ്യം ഉണ്ടെങ്കിൽ അത് തിരിച്ച് ആരോഗ്യത്തിലേക്ക് വരാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ടോപ്പിക്കോ, അതല്ലെങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് അവസരം ഇവിടെ ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളോട് ക്ഷണിക്കുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ടാവുക. ഏതായാലും നമ്മൾ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനെങ്ങനെ ഇവിടെ എത്തി, അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഞാനിവിടെ എത്താനുള്ള കാരണം, ഞാൻ വിദേശത്തായിരുന്നു എന്ന് ജയമൽ സാർ പറഞ്ഞു. അങ്ങനെ 2023 ജൂണിൽ ഞാൻ നാട്ടിലേക്ക് വന്ന സമയത്ത് ജൂലൈ മാസം എന്റെ സുഹൃത്ത് എന്റെ നാട്ടിൽ, ഞാൻ വടകര എന്ന് പറഞ്ഞു, വടകരയിൽ പുറമേരി സ്വദേശിയാണ് ഞാൻ. ഓരോരുത്തർക്ക് ഓരോ നാടിനെ കുറിച്ച് പറയുമ്പോൾ അഭിമാനമായിരിക്കും. ഞാൻ പുറമേരി സ്വദേശിയാണ് എന്ന് പറയുന്നതിനേക്കാൾ അഭിമാനം എനിക്ക് ഈ ഒരു 2 വർഷം ഈ കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തപ്പോൾ ഞാനൊരു ബയോട്ടോറിയം ബിസിനസിന്റെ ഒരു പാർട്ണറാണ്, അല്ലെങ്കിൽ ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പാർട്ണറാണ് എന്ന് പറയുന്നതിൽ ഉണ്ട് എന്നുള്ളതാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ജൂണിൽ നാട്ടിലെത്തിയ സമയത്ത് ഞാൻ ഈ പ്രോഡക്റ്റ് പവിത്രേട്ടൻ വന്ന് എന്നോട് സംസാരിച്ച സമയത്ത് എന്റെ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റു ചെവിയിലൂടെ തള്ളിയൊരു മനുഷ്യനാണ്. കാരണം മെഡിക്കൽ, നേരത്തെ ജയമോൻ സാറ് വളരെ ആകസ്മികമായിരിക്കും ഞങ്ങൾ രണ്ടുപേരും ഇന്ന് പ്രോഗ്രാം ചെയ്യുന്നത്. ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് മെഡിക്കൽ ഷോപ്പിലാണ്. ഏകദേശം 1.5 വർഷത്തോളം മെഡിക്കൽ ഷോപ്പിൽ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ്. പിന്നീട് ഞാൻ പഠിച്ചത് ബികോം ആയതുകൊണ്ട് അക്കൗണ്ട്സ് മേഖലയിലേക്കും പിന്നീട് ഫിനാൻസ് മേഖലയിലേക്കും പിന്നീട് വിദേശത്തേക്ക് പോയ സമയത്ത് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ വരെ ആ ഒരു രീതിയിലേക്ക് പോയ സമയത്ത് എവിടെയും കേൾക്കാത്ത ഒരു ഉടായ്പ സാധനം കൊണ്ട് എന്റെ സുഹൃത്ത് എന്റെ വീട്ടിലേക്ക് വന്നു. ഇങ്ങനെ തന്നെ പറയുന്നത് വെച്ചാൽ, ഇന്ന് കേൾക്കുന്ന പുതിയ ആളുകളുണ്ട്, അവരോടാണ് ഞാൻ ഇന്ന് സംവദിക്കുന്നത്. അങ്ങനെ അദ്ദേഹം എന്റെ അടുത്ത് കുറെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് ബാക്ക് പെയിൻ ആശ്വാസം കിട്ടിയപ്പോ അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്റെ വീട്ടിൽ അമ്മയ്ക്ക് ബാക്ക് പെയിൻ ആണ്. ഞാനത് ചിരിച്ചു തള്ളി. അങ്ങനെ ഒരു ജൂലൈ ഓഗസ്റ്റ് മാസം കഴിഞ്ഞു. സെപ്റ്റംബർ മാസം എന്റെ പ്രിയപ്പെട്ട എന്റെ ഒരു ടീച്ചർ, അദ്ദേഹത്തിന്റെ വീട്ടില് ഒരു ദിവസം വൈകുന്നേരം അല്ല, ഒരു ഉച്ച സമയത്ത് ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇനി ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഉൽപ്പന്നം അദ്ദേഹത്തിന്റെ കുഷ്യന്റെ അടിയിൽ നല്ല പൊട്ടിക്കാത്തൊരു ബാഗ് ഇരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭാര്യയ്ക്കും എനിക്കും കൂടി വാങ്ങിയ ഒരു പ്രൊഡക്റ്റ്, ഭാര്യ ടീച്ചറാണ്, അവൾ ഇതൊന്നും അംഗീകരിക്കുന്നില്ല, അവൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. 1 വർഷമായിട്ട് ആ വീട്ടിൽ കിടന്ന, വേസ്റ്റ് ആയിട്ട് കിടന്ന ഒരു ഉൽപ്പന്നം ഞാൻ എടുത്ത് മാഷോട് പറഞ്ഞു, തൽക്കാലം ഞാൻ എടുക്കുകയാണ്, ഗൾഫിൽ എത്തിയിട്ട് ക്യാഷ് അയച്ചു തരാന്ന് പറഞ്ഞിട്ട് ആ പ്രൊഡക്റ്റ് എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. വീട്ടിൽ ഈ പ്രൊഡക്റ്റ് എടുത്ത് ഞാൻ വരുന്ന സമയത്ത് ഇതിലിരിക്കുന്ന പല ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഉണ്ടായതുപോലെ തന്നെ എന്റെ വീട്ടിലും വലിയ ലഹളയായിരുന്നു. ഇത്രയും വിദ്യാഭ്യാസം ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, ഈ ഒരു ഉൽപ്പന്നം കൊണ്ട് എന്താ പറയാ, നീയും പറ്റിക്കപ്പെട്ടല്ലോ. ഇതായിരുന്നു എന്റെ വീട്ടിലുള്ള ആദ്യത്തെ പ്രതികരണം, എന്റെ അമ്മയും എന്റെ വൈഫും. ഇത് ഞാൻ ഇവിടെ പറയുന്നത് എന്തിനാ വെച്ചാല്, ഈ പ്രോഗ്രാം കേൾക്കുന്ന ആളുകൾ അറ്റ്ലീസ്റ്റ് ഇത് കഴിയുന്നവരെങ്കിലും ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കണം എന്നുള്ളത്. ഇത് പ്രോഗ്രാം, ഇതിന്റെ ഈ ഒരു ഉൽപ്പന്നത്തിന്റെ റിസൾട്ട് എന്തായാലും ഞാൻ അമ്മയോട് പറഞ്ഞു, പൈസ കൊടുത്ത് വാങ്ങിയതല്ല, ബാലകൃഷ്ണ മാഷ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. അദ്ദേഹം ചിലപ്പോൾ ഈ പ്രോഗ്രാമിലുണ്ടാവും, ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു. 10-32 വർഷമായിട്ട് അമ്മ അനുഭവിക്കുന്ന ബാക്ക് പെയിൻ ആശ്വാസം കിട്ടാൻ 9ാമത്തെ ദിവസം മുതൽ ബോഡിയിൽ റിസൾട്ട് വന്നു തുടങ്ങിയപ്പോ അപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ വിചാരിച്ച നമുക്ക് തോന്നിയതായിരിക്കും. പിന്നീട് ഏകദേശം 1.5 മാസം കഴിഞ്ഞപ്പോ ആ ഒരു ബാക്ക് പെയിൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇപ്പൊ 2 വർഷത്തോളമായി. എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് മാസത്തിലാണ് ഞാൻ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. 2 വർഷത്തോളമായിട്ട് ആ ഒരു പ്രശ്നം എന്റെ അമ്മയ്ക്കില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചിട്ട് വളരെ എന്താ പറയാ, അടിവരയിട്ട് സംസാരിക്കാൻ പറ്റും. ആരെടുത്ത് വേണമെങ്കിലും നമുക്ക് സംസാരിക്കാൻ പറ്റും. അതാണ് എന്റെ ഈ പ്രൊഡക്റ്റിലുള്ള ഒരു വിശ്വാസം. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഈ പ്രൊഡക്റ്റിനോട് മുഖം തിരിച്ചു നിന്ന എന്റെ വൈഫിന്റെ മൈഗ്രെയിൻ വന്ന സമയത്ത് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ അവർക്ക് കിട്ടിയ റിസൾട്ട്, ഈ റിസൾട്ട് കിട്ടിയതിന് ശേഷം ഞാൻ പ്രൊഡക്റ്റ് കൊടുത്തത് എന്റെ നാട്ടിൽ എന്റെ വൈഫിന്റെ സുഹൃത്തിന്റെ അച്ഛനാണ്. മെഡിക്കൽ കോളേജിൽ നിന്നും ഇനി ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറഞ്ഞ് മെഡിക്കൽ സയൻസ് എന്താണ് തള്ളിയ ഒരു വ്യക്തി, ജന്മന സംസാരിക ശേഷിയില്ലാത്ത, ഇതിപ്പോഴും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരും. അദ്ദേഹം നാദാപുരം സ്വദേശിയാണ്. കിഡ്നിക്ക് കംപ്ലൈന്റ് വന്ന് ഏതൊക്കെയോ ഡോക്ടർമാരെ ചികിത്സിച്ചു. കഴിഞ്ഞ 10 മാസമായിട്ട് നീര് വെച്ച് കിടന്നിരുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിനെ ഒരു ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരുന്നത് ഞാനായതുകൊണ്ട് എനിക്ക് അതിന്റെ ഒരു വല്ലാത്ത ഒരു, നമുക്കുണ്ടാവുമല്ലോ ഒരാളുടെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ദയനീയ അവസ്ഥയിൽ ഞാൻ പ്രൊഡക്റ്റ് വാങ്ങി അദ്ദേഹത്തിന് കൊടുത്തു. 2023 ഒക്ടോബർ 10-ാം തീയതി ഞാൻ കൊടുത്തു. ഒക്ടോബർ 15-ാം തീയതി അദ്ദേഹത്തിന്റെ വൈഫ് പറഞ്ഞു, ഇന്ന് എന്റെ ഹസ്ബൻഡ് നീരൊക്കെ പോയി അദ്ദേഹം കട്ടിലേക്ക് എഴുന്നേറ്റിരുന്നു എന്ന് പറഞ്ഞു.
അപ്പൊ അതെനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പിറ്റേ ദിവസം രാത്രി ആ വീട്ടിൽ എന്റെ സുഹൃത്തിനെയും കൂട്ടി പോയപ്പോ അദ്ദേഹം ആ വീട്ടിൽ സെറ്റിയിലിരുന്ന് ടി വി കാണുന്നു. എല്ലാ ഭക്ഷണവും കൊടുത്തു. ഇനി പഥ്യമൊന്നും നോക്കണ്ട എന്ന് മെഡിക്കൽ കോളേജിൽ നിന്നും വടകര സാറിന് ഹോസ്പിറ്റലിൽ നിന്നും മടക്കിയ ഒരു മനുഷ്യൻ ഇപ്പൊ ഏകദേശം 2 വർഷമാകുന്നു ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഞാനിനി നിങ്ങളോട് പരിചയപ്പെടുന്ന ഒരു പ്രൊഡക്റ്റിന്റെ മഹാത്മ്യം തന്നെയാണ്. ഇത് എത്ര ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആരും വിശ്വസിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും തിരിച്ച് ഗൾഫിലേക്ക് പോകേണ്ട സമയമായതുകൊണ്ട് അവിടെ പോയി ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് വേണം. അതിന്റെ അടിസ്ഥാനത്തിൽ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത സമയത്ത് എന്നെ ഇന്ന് കേൾക്കുന്ന പലരും ഡിഗ്രിയോ അല്ലെങ്കിൽ പ്രൊഫഷണലായ കുറെ ആളുകൾ ഇതിലുണ്ട്. ഞാൻ തന്നെ ലിങ്ക് കൊടുത്ത കുറെ ആളുകളുണ്ട്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു മാഗ്നറ്റിക് തെറാപ്പിയിൽ ഡിപ്ലോമയും മാസ്റ്റർ ഡിപ്ലോമയും എടുക്കാനുള്ള അവസരം ഇന്ന് ഇന്ത്യയിലുണ്ട്. ഇന്ത്യക്ക് പുറത്ത് PhD ചെയ്യാനുള്ള അവസരമുണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ കമ്പനിയിൽ പോയി കമ്പനിയെ കണ്ടു, MD കണ്ടു. നമ്മളിലേക്ക് ഈ പ്രോഗ്രാം, നമുക്ക് ഇന്ന് ഈ പ്രോഗ്രാം കേരളത്തിൽ നടക്കാൻ കാരണക്കാരനായ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മനോജ് മുരളീധരൻ എന്നാണ്. എറണാകുളം സ്വദേശിയാണ്. നിങ്ങൾ ഇന്ന് ഈ പ്രോഗ്രാം കഴിയുമ്പോൾ അദ്ദേഹത്തിനെ കാണും. അദ്ദേഹത്തിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞു ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ ആണ്. ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ സാമ്പത്തികമായിട്ടുള്ള നിങ്ങൾക്ക് ഒരു അഭിവൃദ്ധി കിട്ടാൻ വേണ്ടിയുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രൊജക്ട് ഏറ്റെടുത്ത അന്ന് മുതൽ ഇന്ന് വരെ എന്റെ എല്ലാ ലീഡേഴ്സും എന്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. എന്റെ കൂടെ എന്നെ വിശ്വസിച്ച് വന്ന ആളുകൾക്ക് ഞാനും സപ്പോർട്ടായി നിൽക്കുന്നുണ്ട്. ഇതൊരു സപ്പോർട്ടീവായിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി. നിങ്ങളെ ആരാണ് ക്ഷണിച്ചത് അവരിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, അവരെ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കാൻ വേണ്ടി തയ്യാറാകണം എന്ന് മാത്രമാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രസന്റേഷൻ, നിങ്ങൾ എല്ലാവരും പ്രസന്റേഷൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനൊരു സ്ലൈഡ് പ്രസന്റ് ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം ആരംഭിക്കാം. ഇത്രയും ഞാൻ ആമുഖമായി പറഞ്ഞത്. എന്നെ പോലെ തന്നെയുള്ള ഒരുപാട് ആളുകളാണ് ഇന്ന് ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് ഒന്ന് കേട്ടു നോക്കാം. എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഇത് കേട്ടു പോകാനുള്ള ഒരു പ്രോഗ്രാം അല്ല, ഇത് അനുഭവിച്ച് മനസ്സിലാക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് 2 കാര്യത്തിൽ, ആരോഗ്യത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ശരി, ഇനി സാമ്പത്തിന്റെ കാര്യത്തിലാണ് ശരി, ഈ നിങ്ങളെ ക്ഷണിച്ച ആളുകളെടുത്ത് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും അവർക്ക് വരുമാനം കിട്ടുന്നുണ്ടോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുന്നതിലൂടെ. അപ്പൊ ഞാൻ എന്റെ പ്രസന്റേഷൻ ആരംഭിക്കാം. എല്ലാവരെയും, ലേറ്റ് ആയിട്ട് കയറിയ എല്ലാവരെയും, ആദ്യം 7:50 കയറിയ ആളുകളെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദവമായി ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. സാറേ സ്ക്രീൻ കാണുന്നുണ്ടോ? ഉണ്ട് സാറേ, കാണാം. ഓക്കെ. എന്നാൽ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ഒരു പ്രോഗ്രാം ഒരു ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷനും അതിന്റെ പ്രൊഡക്റ്റിന്റെ ഇൻഫർമേഷനുമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. നമുക്ക് സമയത്തിന്റെ പരിമിതി കൊണ്ട് കൂടുതലായിട്ട് പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ സംസാരിക്കാൻ ഇതിലില്ല. എന്നാൽ മാക്സിമം ഞാൻ കവർ ചെയ്യാൻ നോക്കാം. നിങ്ങൾ ആരാണ് ക്ഷണിച്ചത് അവരിലേക്ക് നിങ്ങൾ ഒരു വാട്സപ്പ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ധാരാളം ഇൻഫർമേഷൻ കിട്ടും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലോ അതേപോലെ ഗൂഗിളിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. എല്ലാവർക്കും ഈ ഒരു 2026 ആരോഗ്യവും സമ്പൽ സമൃദ്ധവും സമൃദ്ധിയും നിറഞ്ഞതാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. വളരെ സന്തോഷമുള്ള ഒരു ദിവസം. കാരണം ഇങ്ങനെ ഒരു പ്രോഗ്രാം എടുക്കാൻ വേണ്ടി കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന, കേരളത്തിൽ ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ബിസിനസിനെ വികസിപ്പിച്ചെടുത്ത മനോജ് സാറിന്റെ നേതൃത്വത്തിലുള്ള കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റിക്ക് എന്റെ നന്ദി ആദ്യം തന്നെ ഞാൻ അറിയിക്കാൻ. കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റി കഴിഞ്ഞ 4 വർഷമായി കേരളത്തിൽ ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഒരു പ്രൊജക്ടിനെ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ അമരക്കാരൻ മനോജ് തൃപ്പൂണിത്തറ എന്ന് പറയുന്ന എറണാകുളം സ്വദേശി 4 കോടി രൂപയോളം വരുമാനം ഈ കമ്പനിയിൽ നിന്ന് നേടിയിട്ടുണ്ടെങ്കിൽ അത് ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു ബിസിനസ് പ്ലാന്റെ മഹത്വമാണ്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആരോഗ്യം സംരക്ഷിക്കാനും അനാരോഗ്യത്തെ നീക്കാനും പറ്റിയ ഒരു ഉൽപ്പന്നം മാർക്കറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രോജക്റ്റ് കേരളത്തിൽ ജനങ്ങളിലേക്ക് മനസ്സിലിടം നേടിയത്. ഒരു
മുൻവിധി ഇല്ലാതെ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഫുള്ളായിട്ട് ഒരു ഓപ്പൺ മൈൻഡോട് കൂടി കുറച്ച് സമയം ഒരു 1/4 മണിക്കൂർ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ എന്ത് ചെയ്യാം, ഒരു ലൈക്കോ അല്ലെങ്കിൽ ഡിസ്ലൈക്കോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ നിങ്ങൾക്ക് പ്രകടിപ്പിക്കാം. കാരണം ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഓക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് തന്നെ റെസ്പോൺസ് വളരെ കുറവാണ് കാണുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ. അപ്പൊ നല്ലൊരു വർഷം നമ്മുടെ മുന്നിലുണ്ട്. അക്യുപ്രഷർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കാനുള്ള അവസരം ഇവിടെ ഉണ്ട്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഹെൽത്തും വെൽത്തും റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വളരെ ഓപ്പൺ മൈൻഡോട് കൂടി ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധ ആകർഷിക്കാൻ കാരണം, ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആരോഗ്യവും സമ്പത്തും സംരക്ഷിക്കാനും നേടാനും പറ്റുന്ന ഒരു അവസരമായതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുന്നത്. കാരണം അതെന്റെ ഒരു ആത്മവിശ്വാസം. ആരോഗ്യ സമ്പത്തുമാണ് ഇന്ന് നമ്മൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും, അല്ലെ? സമ്പത്തുള്ള ആളുകൾ ഉണ്ടാവും, ഒരുപക്ഷെ ആരോഗ്യം ഉണ്ടാവില്ല. ആരോഗ്യമുള്ള ആളുകൾക്ക് സമ്പത്ത് ഉണ്ടാവില്ല. രണ്ടും കൂടി ബാലൻസ് ചെയ്യുന്ന സമയത്ത് സന്തോഷം ഉണ്ടാവും. അപ്പൊ സന്തോഷിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഞങ്ങളുടെ അല്ലെങ്കിൽ നാളെ നിങ്ങളുടേതാകാൻ പോകുന്ന കമ്പനിയുടെ പേര് ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ്, ഒരു ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനി. 5 വർഷത്തിന്റെ ഉള്ളിൽ 13ാം സ്ഥാനത്തേക്ക് അതിന്റെ റാങ്ക് ഉയർത്താൻ പറ്റിയ ഒരു കമ്പനി. അതിന്റെ ഓഫീസ് മിറാ റോഡിലാണ്. ഇത് നമ്മുടെ കമ്പനിയുടെ ഹെഡ് ഓഫീസും അതേപോലെ തന്നെ കോർപ്പറേറ്റ് ഓഫീസുമാണ്. 2008 സ്ഥാപിച്ച കമ്പനി. ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗ് തുടങ്ങാൻ വേണ്ടി സ്ഥാപിച്ച കമ്പനി അല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ഞാൻ ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. 2008 ബയോമാഗ്നറ്റിക് തെറാപ്പി ഉൽപ്പന്നങ്ങൾ നാനോ ടെക്നോളജിയും ബയോടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച് ഇന്ത്യക്ക് പുറത്ത് 22 രാജ്യങ്ങളിൽ ഏജന്റ് ത്രൂ മാർക്കറ്റ് ചെയ്തു വന്ന കമ്പനി. 2019 കോവിഡ് വന്ന സമയത്ത് എക്സ്പോർട്ട് സ്റ്റോപ്പായി ബിസിനസ് ഡൗൺ ആയ സമയത്ത് ഇന്ത്യയിൽ ഈ മാർക്കറ്റിന് കോവിഡിനെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയ ബയോമാഗ്നറ്റിക്സിൽ PhD ഉള്ള, നാനോ ടെക്നോളജിയിലും ബയോമാഗ്നറ്റിക്സിലും PhD ഉള്ള നമ്മുടെ MD ഡോക്ടർ സാഗർ ജോഷി സാറ് ഈ ഉൽപ്പന്നം മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുള്ള കോവിഡ് സെന്ററിലടക്കം സപ്ലൈ ചെയ്തപ്പോ ഈ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മക്ക് ആയുഷ് മന്ത്രാലയത്തിന്റെ അംഗീകാരം കിട്ടിയതിനു ശേഷം ഡയറക്ട് സെല്ലിങ്ങിലൂടെ ഈ ഉൽപ്പന്നം ഇന്ത്യയിലേക്ക് മാർക്കറ്റ് ചെയ്യാൻ തീരുമാനിച്ച ആ ഒരു ദൃഢനിശ്ചയമുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനും നിങ്ങളും ഈ പ്രോഗ്രാം കേൾക്കുന്നതും ഇന്ത്യയിൽ ഏകദേശം 40 ലക്ഷത്തിൽ കൂടുതൽ ആളുകളിലേക്ക് ആരോഗ്യ സമ്പത്ത് എത്തിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡിജിറ്റൽ ക്ലാപ്പ് നമ്മുടെ MD ഡോക്ടർ സാഗർ ജോഷി കൊടുക്കാം. അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് വേൾഡ് ഗിന്നസ് റെക്കോർഡ് നേടിയ ഒരു ഇന്ത്യക്കാരൻ, ഇത് അതിന്റെ പ്രൂഫാണ് നിങ്ങൾ കാണുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 14-ാം തീയതി ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മാഗ്നറ്റിക് മാട്രസ് നിർമ്മിച്ച വ്യക്തി ഗൂഗിൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡോക്ടർ സാഗർ ജോഷി നമ്മുടെ MD ആണ്. അതേപോലെ കേന്ദ്ര MSME മന്ത്രാലയത്തിന്റെ അശോകസ്തംഭ അവാർഡുകൾ കിട്ടിയ, ഏറ്റവും നല്ല ബിസിനസ് സ്ട്രാറ്റജിക്ക്, ഏറ്റവും കൂടുതൽ ഓണ്ടർപ്രണർഷിപ്പ് ക്രിയേറ്റ് ചെയ്തതിന്, ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ കൊടുത്തതിനുള്ള അശോകസ്തംഭ അവാർഡ് കിട്ടിയ ഏക ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ്. നേരത്തെ ഞാൻ പറഞ്ഞു ആയുഷ് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞത്, ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന ആയുഷ് കൊറോണ യോദ്ധ അവാർഡ് ലോകത്തിൽ ഏതെങ്കിലും ഉൽപ്പന്നത്തിന് കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആകെ കിട്ടുന്ന ഒരു ഉത്തരം ഈ ബയോട്ടോറിയം മാഗ്നറ്റിക് തെറാപ്പി ഉൽപ്പന്നങ്ങൾക്ക് മാത്രമാണ്. അത്രയും മൂല്യമുള്ള ഒരു ഉൽപ്പന്നത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. വലതുഭാഗത്ത് കാണുന്ന ആ ഫോട്ടോയിൽ ദ ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ദി ഇയർ അവാർഡ് 2023 നമ്മുടെ MD മഹാരാഷ്ട്ര ഗവർണർ ശ്രീ രമേശ് ബയാസിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഒരു ഫോട്ടോ. താഴെ കാണുന്നത്
ഇന്ത്യയില് ഒരുപാട് ഡയറക്ട് സെല്ലിംഗ് കമ്പനി, ആയിരക്കണക്കിന് ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ഉണ്ടെങ്കിലും 2021 ഇന്ത്യയിലേക്ക് ഡയറക്ട് സെല്ലിംഗിലേക്ക് വന്ന് 2023 ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ വെച്ച് ഏറ്റവും ആശ്ചര്യജനകമായ കമ്പനി, ദ മോസ്റ്റ് എക്സൈറ്റിംഗ് കമ്പനി ഓഫ് ദി ഇയർ അവാർഡ് വാങ്ങിയ കമ്പനി. 300-ൽ കൂടുതൽ ആളുകളിലേക്ക് 1 കോടിക്ക് മുകളിൽ വരുമാനം നേടിക്കൊടുത്തത് മാത്രമല്ല, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ മെഡിക്കൽ സയൻസ് തോറ്റെടുത്ത് പോലും അവരുടെ ആരോഗ്യം തിരിച്ചു പിടിക്കാൻ സഹായിച്ച ഒരു കമ്പനി. ആ ഒരു അവാർഡാണ് കാണുന്നത്. ഇന്ന് ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ കിട്ടിയ അവാർഡിലേക്ക് നോക്കുന്ന സമയത്ത് ഈ കാണുന്ന അവാർഡുകളൊക്കെ വാങ്ങിച്ചെടുത്തിരിക്കുന്ന ഒരു കമ്പനി. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നമ്മുടെ കമ്പനി കിട്ടിയ അവാർഡാണ് ഡയറക്ട് സെല്ലിംഗ് ടുഡേ അവാർഡ്, ഏറ്റവും നല്ല കമ്പനികളുടെ അവാർഡ്, ഏറ്റവും നല്ല പ്രൊഡക്റ്റുകളുടെ അവാർഡ്, ചാമ്പ്യൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി 2024, ന്യൂ ട്രാൻസാക്ടർ ഇൻ ഡയറക്ട് സെല്ലിംഗ് ആൻഡ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കമ്പനി ഓഫ് ദി ഇയർ അവാർഡ്, ലോയൽറ്റി ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഓഫ് ദി ഇയർ അവാർഡ്, ആത്മനിർഭർ എക്സലൻസ് അവാർഡ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എല്ലാ അവാർഡുകളും. ഏറ്റവും നല്ല പ്രൊഡക്റ്റിനുള്ള അവാർഡുകൾ, ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ദി ഇയർ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി 2025 നേടിയ ഒരു കമ്പനി, ചാമ്പ്യൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അവാർഡ് 2025 നേടിയ കമ്പനി, ഇന്റർനാഷണൽ ബുദ്ധ പീസ് അവാർഡ് 2025 നേടിയ കമ്പനി, ദാദാ സാഹിബ് ഫാൽക്കെ ഇന്ത്യൻ ടെലിവിഷൻ അവാർഡ് 2025 നേടിയ കമ്പനി. അങ്ങനെ പറയുകയാണെങ്കിൽ ഒട്ടനവധി അവാർഡുകൾ നേടി വാരി കൂട്ടിയ കമ്പനി. ദീപക് ചോപ്രയെ പോലെ, റോബർട്ട് കിയോസാക്കിയെ പോലെ, അതേപോലെ സ്നേഹ ദേശായിയെ പോലെ, ശിവാംഗി ദേശായിയെ പോലെ ഇന്റർനാഷണൽ ട്രെയിനേഴ്സ് അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി. മിസ്റ്റർ ഗോപാൽ ദാസ്, ദീപക് ചോപ്ര, നിങ്ങൾക്ക് ഈ ഫോട്ടോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രയും ഇന്റർനാഷണൽ ഫിഗേഴ്സ്. ഇന്ത്യയിലെ MLM-ന്റെ ഗുരു എന്ന് പറയുന്ന ട്രെയിനർ ദീപക് ബജാജ് സാറ് നമ്മുടെ കമ്പനിക്ക് വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്നു. ടൈഗർ സന്തോഷ് നായർ സാറ് ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നു. താഴെ കാണുന്ന സന്ദീപ് ഗൈജാർ നമ്മുടെ കമ്പനിയുടെ അസോസിയേറ്റ് ട്രെയിനിങ് കൊടുക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വേൾഡ് ഫേമസ് ആയിരിക്കുന്ന ട്രെയിനേഴ്സ് ഒക്കെ നമ്മുടെ കമ്പനി ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്ക് നമ്മുടെ കമ്പനി ഈ 5 വർഷം കൊണ്ട് വളർന്നിട്ടുണ്ടെങ്കിൽ അത് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെയും പ്രൊജക്ടിന്റെയും മഹത്വം കൊണ്ടാണ്. സർട്ടിഫിക്കറ്റ് ഫ്രം ഫിഡ്സിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നു. ഫിഡ്സിയിൽ മെമ്പറാണ്, ഫിക്കിയിൽ മെമ്പറാണ്. ഇത് കമ്പനിയുടെ ഒരു പ്രൊഫൈൽ. ഇങ്ങനെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇന്ന് ഇന്ത്യയിൽ ഇല്ല എന്ന് 100% അടിവരയിട്ട് നമുക്ക് സംസാരിക്കാൻ വേണ്ടി സാധിക്കും. ആ ഒരു കമ്പനിയുടെ ഉൽപ്പന്നത്തെ കുറിച്ചും അതിന്റെ ബിസിനസ് പ്ലാനിനെ കുറിച്ചും കേൾക്കുവാനാണ് നിങ്ങളെ നിങ്ങളുടെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട സുഹൃത്തോ ബന്ധുവോ ക്ഷണിച്ചത്. അവർക്കുള്ള നന്ദി നിങ്ങൾക്ക് പ്രകടിപ്പിക്കാനുള്ള അവസരം കൂടിയാണ്. ഇനി വെൽനസ് പ്രോഡക്റ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാർക്കറ്റ് ചെയ്യുന്നത്. ഈ വെൽനസ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന സമയത്ത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന, സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തെറാപ്പി സിസ്റ്റമാണ് ബയോമാഗ്നറ്റിക് തെറാപ്പി. നിങ്ങൾക്ക് ഇതേപോലുള്ള ബുക്സുകൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ മാഗ്നറ്റിക് തെറാപ്പിയെ കുറിച്ച് ബുക്സുകൾ വായിച്ചെടുക്കാനും ഡൗൺലോഡ് ചെയ്തെടുക്കാനും കോടിക്കണക്കിന് പ്രബന്ധങ്ങൾ നിങ്ങൾക്ക് കിട്ടാനും എന്തുണ്ട്, ഇന്ന് ഗൂഗിൾ മാത്രം എടുത്താൽ മതി. ഈ കാണുന്ന ബുക്സ് ഒക്കെ മാഗ്നറ്റിക് തെറാപ്പിയും ഭൂമിയുടെ ജൈവ കാന്ത ശക്തിയെ കുറിച്ചും അതിന്റെ ചികിത്സാ രീതിയെ കുറിച്ചും അതിന്റെ ഹീലിംഗ് പവറിനെ കുറിച്ചും ഒക്കെയുള്ള ബുക്സുകളൊക്കെ കിട്ടും. കാരണം ഇതൊരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങളെ ക്ഷണിച്ച ആളുകൾ ചോദിച്ചാൽ ഇതിന്റെ ബ്രോഷറൊക്കെ കിട്ടും. ഇന്ത്യയിലേക്ക് ഈ ഒരു തെറാപ്പി വന്ന സമയത്ത് ആയുഷ് മന്ത്രാലയം നേച്ചുറോപ്പതിയുടെ ഭാഗമായി അംഗീകരിച്ച ഒരു ചികിത്സാ രീതിയാണ് ബയോമാഗ്നറ്റിക് തെറാപ്പി. ഇതിന്റെ ഹിസ്റ്ററി നിങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ഏകദേശം 3000-4000 വർഷം പഴക്കമുള്ള ലോകത്തിലെ ഒരു ചികിത്സാ രീതിയാണ്. ആദ്യകാലങ്ങളിൽ ഇത് ചൈന, ഈജിപ്ത്, കൊറിയ, ജപ്പാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. പിന്നീട് അത് യൂറോപ്യൻ കൺട്രീസിലേക്കും മലേഷ്യയിലൊക്കെ ഇതിന്റെ പഠനങ്ങൾ നടത്തുകയും അവിടെയൊക്കെ തെറാപ്പിസ്റ്റുകൾ, സർട്ടിഫൈഡ് തെറാപ്പിസ്റ്റുകൾ ഇപ്പൊ ഇവിടെ അക്യുപങ്ക്ചർ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ആയിരുന്ന ആളുകൾക്ക് ഹീലിംഗ് ചെയ്യുന്ന തരത്തിലേക്ക് വളർന്നു എന്നുള്ളതാണ്. ബയോമാഗ്നറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ ജീവൻ നിലനിർത്തണമെങ്കിൽ 5 എനർജി ആവശ്യമാണ്. ശുദ്ധമായ വായു വേണം, ശുദ്ധമായ ജലം വേണം, ഭക്ഷണം വേണം, സൂര്യപ്രകാശം വേണം, ഭൂമിയുടെ മാഗ്നറ്റിസം എന്ന് പറയുന്ന മാഗ്നറ്റിക് എനർജി കൂടി വേണം. ഈ 5 എനർജിയും ശരിയായ അളവിൽ കിട്ടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി സാധിക്കുകയും ദൈവം തന്ന ആയുസ് കംപ്ലീറ്റ് ജീവിച്ചു തീർക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ഈ ബോഡി നിർമ്മിച്ചതെന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഈ 5 എനർജിയും
അതിൻ്റെതായ രീതിയിൽ കിട്ടുന്ന സമയത്താണ് നമ്മുടെ കോശങ്ങൾക്ക് എന്ത് ചെയ്യുക, ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആവുകയും ഓക്സിജൻ ന്യൂട്രീഷ്യൻസും എല്ലാ കോശങ്ങളിലേക്ക് എത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കോശങ്ങൾ ഹെൽത്തി ആകുന്ന സമയത്ത് നല്ല ഓക്സിജനേറ്റഡ് കോശങ്ങളായി മാറുന്ന സമയത്ത് നമ്മുടെ ഓർഗൻസ് ഒക്കെ പ്രോപ്പർ ആവുകയും ഓർഗൻസ് പ്രോപ്പർ ആകുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റം കറക്റ്റ് ആയിട്ട് റൺ ചെയ്യുന്ന സമയത്ത് ഹെൽത്തി ആയി ജീവിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതാണ്. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനുള്ള അവസരം ഇന്നുണ്ട്. ഇത് ഈ കാണുന്ന ഈ പിക്ചറിലുള്ള പോലെ പണ്ട് കാലങ്ങളിൽ ഓലയും ഓടും ഒക്കെ ഇട്ട വീടുകൾ താമസിച്ചിരുന്ന ആളുകൾക്കും പാടത്തും പറമ്പിലൊക്കെ പണിയെടുത്തിരുന്ന ആളുകൾ ചെരുപ്പ് ധരിക്കാതെ നടന്ന ആളുകൾക്കൊക്കെ അവരുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ മരിക്കുന്നത് ഏകദേശം ദൈവം കൊടുത്ത ആയുസ് കംപ്ലീറ്റ് ജീവിച്ച് ആരോഗ്യത്തോടെ മരിച്ചിരുന്ന തലമുറ. ഇന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ചെരുപ്പ് ചവിട്ടാൻ തുടങ്ങി, വാഹനങ്ങൾ യാത്രയായി, വീടുകളൊക്കെ കോൺക്രീറ്റ് കെട്ടിടങ്ങളിലേക്കും ഇരുമ്പിന്റെ കൂടാരങ്ങളിലേക്കും ലോകം മുഴുവൻ ഇരുമ്പിന്റെ അതിപ്രസരം വന്നപ്പോ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കുറയുകയും അങ്ങനെ നമ്മുടെ കോശങ്ങളുടെ ആരോഗ്യം നശിക്കുകയും ഓർഗൻസിന്റെ ആരോഗ്യം നശിക്കുകയും ചെയ്യുമ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന എല്ലാ രോഗങ്ങളും നമ്മുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. മോസ്റ്റ് ഓഫ് അവർ ഡിസീസ് ആൻഡ് ഡിസോർഡേഴ്സ് ആർ കോസ്ഡ് ഡ്യൂ ടു ലാക്ക് ഓഫ് ബ്ലഡ് സർക്കുലേഷൻ ആൻഡ് പുവർ ഓക്സിജൻ ലെവൽ. അപ്പൊ ഈ മൂല കാരണത്തെ നിർവീര്യമാക്കും, അല്ലെങ്കിൽ അതിനെ റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു തെറാപ്പി സിസ്റ്റം ലോകത്തിലുണ്ടെങ്കിൽ ഒരേ ഒരു തെറാപ്പി ഉള്ളൂ. അതിന്റെ പേരാണ് മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്നത്. നമ്മുടെ കമ്പനിയിൽ പ്രൊഡക്റ്റുകൾ ഒരു കിറ്റായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. മാട്രസ് പാഡ്, പില്ലോ പാഡ്, വാട്ടർ എനർജി പാഡ്, ഈ 3 പ്രൊഡക്റ്റുകൾ. മാട്രസ് പാഡിന്റെ കൂടെ ഒരു പില്ലോ പാഡ് കൂടി ഉണ്ടാവും, റിസ്റ്റ് ബാൻഡ് ഉണ്ടാവും, വാട്ടർ എനർജി പാഡ് ഉണ്ടാവും. ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭൂമിയുമായി ഡയറക്റ്റ് സമ്പർക്കത്തിലുള്ളത് പോലെ ജീവിക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ പ്രൊഡക്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന മാഗ്നറ്റ് എന്ന് പറയുന്നത് നിയോഡേമിയം എന്ന് പറയുന്ന നമ്മുടെ സ്കൂളിൽ പണ്ട് പഠിച്ച മൂലക പട്ടികയിലെ 60ാമത്തെ മൂലകം. അതൊരു ജൈവകാന്തമാണ്. ദ കിങ് ഓഫ് മാഗ്നറ്റ് എന്നറിയപ്പെടുന്നു. അത് മെഡിക്കൽ ഗ്രേഡ് മാഗ്നറ്റ് എന്നും അറിയപ്പെടും. ഈ മാഗ്നറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതേ മാഗ്നറ്റ്, ഇതേ ഗ്രേഡിലുള്ള മാഗ്നറ്റ് ആണ് ഓസ്ട്രോനറ്റുകൾ സ്പേസിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ ജാക്കറ്റിലും ഷൂലേസിലും ഒക്കെ ഫിറ്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു റിപ്പോർട്ട് കാണാൻ പറ്റും വലതുഭാഗത്ത്. 1961 ചന്ദ്രനിലേക്ക് പോയ ആളുകൾ തിരിച്ചു വന്ന സമയത്ത് ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ ആയിരുന്നു. സ്ലീപ്പിംഗ് ഡിസോർഡർ ഉണ്ടായിരുന്നു, അവർക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം നാസ എന്ത് ചെയ്തു, നിയോഡേമിയം മാഗ്നറ്റ് ഉപയോഗിച്ചാണ് അവരുടെ സ്പേസിലേക്ക് പോകുന്നത്. അവരുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കാനും അവർക്ക് എനർജി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ സുനിത വില്യംസ്, നമ്മൾ എല്ലാവരും ന്യൂസ്, 8 ദിവസത്തേക്ക് പോയ ആള് 150 ദിവസത്തോളം അവിടെ നിന്നപ്പോ മാഗ്നറ്റിസം പ്രോപ്പറായിട്ട് കിട്ടാത്ത ഒരു അവസ്ഥ വന്ന സമയത്ത് അവരുടെ ബോഡി വളരെ വീക്കായി, എല്ലുകളൊക്കെ ഡെൻസിറ്റി ഒക്കെ എന്ത് ചെയ്തു, അബ്നോർമലായി, കുറെ ശാരീരിക അസ്വസ്ഥതകളുമായിട്ടാണ് അവർ തിരിച്ചു വന്നല്ലേ. അപ്പൊ മാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്. ഈ പ്രതിഭാസമാണ് നമ്മൾ ശരിക്കും എന്ന് പറയുന്നത്. ഇതൊരു എനർജിയാണ്. ഈ എനർജിയാണ് നമ്മൾ ചെയ്തത് നിങ്ങളെ മുന്നിലേക്ക് ആദ്യം തന്നെ നമ്മുടെ പ്രൊഡക്റ്റിനെ ഒന്ന് പരിചയപ്പെടുന്നത്. മാട്രസ് പാഡ് ഉപയോഗിച്ച്, പില്ലോ പാഡ് ഉപയോഗിച്ച് കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ശരീരത്തിലുള്ള പെയിൻ റിലീഫിന് സഹായിക്കും. നിങ്ങൾ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കാൻ വേണ്ടി സഹായിക്കുന്നു. സ്ലീപ്പിന്റെ ക്വാളിറ്റി എന്ത് ചെയ്യും, എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്നു. ഇൻഫ്ലമേഷൻസ്, നീർക്കെട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. എന്തെങ്കിലും വേദനകളോ അസ്വസ്ഥതകളോ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഹീൽ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ടോട്ടൽ ബോഡി ഓവറോൾ വെൽനസ് ആയിട്ട് ഈ ഒരു ഉൽപ്പന്നം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ബയോമാഗ്നറ്റിക് റിസ്റ്റ് ബാൻഡ് കയ്യിൽ ധരിക്കുന്ന സമയത്ത് രാത്രി നമ്മൾ മാട്രസ് പാഡ് കിടന്നുറങ്ങുന്നു, രാവിലെ നമ്മൾ വീണ്ടും റേഡിയേഷന്റെയും അതേപോലെ ഇരുമ്പിന്റെയും നമ്മൾ ചെരുപ്പൊക്കെ ചവിട്ടി നടക്കുന്ന സമയത്ത് മാഗ്നറ്റിസം കിട്ടാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഇത് കയ്യിലേക്ക് ധരിക്കാൻ പറ്റുന്ന റിസ്റ്റ് ബാൻഡ് ധരിക്കുമ്പോൾ ബോഡിയിൽ പെയിൻ റിലീഫ് ആവും, സർക്കുലേഷൻ ഇംപ്രൂവ് ആവും, ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യും, ബെറ്റർ സ്ലീപ്പ് ആൻഡ് സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനൊക്കെ സഹായിക്കും. മൈഗ്രെയിനൊക്കെ ഉള്ള ആളുകൾക്ക് തലക്ക് കെട്ടിക്കഴിഞ്ഞാൽ മൈഗ്രെയിനും തലവേദനയൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. എവിടെ പെയിൻ ഉണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പെയിൻ കില്ലറിന് പകരമായി ഈ ഒരു റിസ്റ്റ് ബാൻഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. 3ാമത്തെ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ ബയോമാഗ്നറ്റിക് വാട്ടർ എനർജി പാഡ്. സാധാരണ വളരെ എന്റെ മുന്നിലിരിക്കുന്നവരിൽ 60 വയസ്സിന് മുകളിലുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അവർ കുട്ടിക്കാലത്ത് കിണറിൽ നിന്നും കോരിയെടുത്ത വെള്ളം നല്ല കട്ടി കുറഞ്ഞ ഒരു സ്വീറ്റ് ആയിട്ടുള്ള വെള്ളമായിരുന്നു. ഒന്ന് ഓർമ്മിച്ച് നോക്കിയാൽ മതി. പലരും ജസ്റ്റ് ഒന്ന് എന്താ പറയാ, ഒരു നൊസ്റ്റാൾജി അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അന്ന് അവര് ഗ്ലാസ്സിലായിരുന്നില്ല വെള്ളം കുടിച്ചിട്ടുണ്ടാവുക. ചിലപ്പോൾ അതേപോലെ എന്ത് ചെയ്യും, കോരി എടുത്ത് കുടിച്ച സമയത്ത് ഒരുപാട് വെള്ളം കുടിക്കാനൊക്കെ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഏകദേശം ഒരു 1.5 ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറഞ്ഞൊരു അവസ്ഥയായിരിക്കും. എന്തുകൊണ്ടാ വെച്ചാൽ ഇന്ന് കാലാവസ്ഥ വ്യതിയാനം കൊണ്ടും അതേപോലെ തന്നെ അതിലെ മിനറൽസ് ഒക്കെ ഡിസോർഡർ ആയതുകൊണ്ടും വെള്ളത്തിന്റെ ഡെൻസിറ്റി ഒക്കെ എന്ത് ചെയ്തു
കുറച്ച് കൂടുതലാണ്, കട്ടിയുള്ള വെള്ളമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് സെല്ലുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ കട്ടിയുള്ള വെള്ളം കുടിക്കുന്ന സമയത്ത് അത് അബ്സോർബ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ വെള്ളം പെനിട്രേറ്റ് ചെയ്ത് പോകാനോ സാധിക്കുന്നില്ല. അതിന്റെ ഒരു ഏകദേശം ഒരു 60% മൂത്രമായിട്ട് പുറത്തേക്ക് പോകുന്നതല്ല. ഇപ്പൊ ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ സഹായിക്കുന്നില്ല എന്നുള്ളതാണ് നിലവിലുള്ള വെള്ളത്തിന്റെ പ്രശ്നം. അത് കിണറ്റിലൊക്കെ മോട്ടറാണ്. ഈ എല്ലാ പറമ്പത്തും നിലവിൽ എന്തുണ്ട്, കുഴൽക്കിണറുകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ മാഗ്നറ്റൈസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, നമ്മൾ ഈ മാഗ്നറ്റിക് പാഡ് നമ്മൾ ഒരു ചില്ല് കുപ്പിയിൽ വെള്ളം എടുത്ത് നോർമൽ നിങ്ങളുടെ വീട്ടിലെ കിണറ്റിലെ പച്ചവെള്ളം എടുത്ത് അതിന് റാപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു 10-15 മിനിറ്റ് കൊണ്ട് മൈക്രോ ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ 15-16 തന്മാത്ര കണികകളായി നിൽക്കുന്ന ആ വെള്ളത്തിനെ ഈ മാഗ്നറ്റ് എന്ത് ചെയ്യും, വിഘടിപ്പിക്കുകയും 5-6 മോളിക്യൂൾ സ്ട്രക്ചറിലേക്ക് അതിന് മാറ്റുകയും അത് എന്ത് ചെയ്യും, മാഗ്നറ്റിസം കൂടി ഉള്ളത് കൊണ്ട് അത് കുടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ഹൈഡ്രേഷൻ എന്താ പറയാ, ജലാംശം നിലനിർത്താൻ സഹായിക്കും. നമുക്കറിയാം തലച്ചോറിന്റെ 85% ജലാംശമാണ്, ബ്ലഡിന്റെ 95% ജലാംശമാണെന്നൊക്കെ പറയുന്നത് പഠിച്ചിട്ടുണ്ടെങ്കിലും അത് നിലനിർത്താൻ സഹായിക്കുന്നത് മാഗ്നറ്റിക് വാട്ടർ കഴിക്കുമ്പോഴാണ്. അങ്ങനെ പ്രോപ്പർ ആയിട്ട് മാഗ്നറ്റിക് വാട്ടർ ആണ് നിങ്ങൾ എല്ലാ ദിവസവും, നമ്മളും നമ്മുടെ മക്കളും കുടുംബവും ഒക്കെ ഈ മാഗ്നറ്റിക് വാട്ടർ ആണ് കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ബ്ലഡിന്റെ തിക്നെസ് നോർമലായി ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ വരെ സഹായിക്കുന്ന ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നതിനപ്പുറം ഒരു വെൽനസ് ഒരു ഉൽപ്പന്നമാണ് ഈ ബയോമാഗ്നറ്റിക് തെറാപ്പി ഉൽപ്പന്നങ്ങൾ. നമ്മൾ ഈ ഒരു മാഗ്നറ്റിക് വാട്ടർ കഴിക്കുന്ന സമയത്ത് ശരീരത്തിലെ മാലിന്യങ്ങളെ പുറന്തള്ളാൻ വേണ്ടി ശരീരത്തിന് സഹായിക്കുന്നു. അപ്പോഴാണ് ആളുകൾക്ക് വെരിക്കോസ് വെയിന് അതേപോലെ അലർജി, ആസ്മ പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ആശ്വാസം കിട്ടുന്നതായിട്ട് റിസൾട്ടുകൾ ഉള്ളത്. ഇംപ്രൂവ്ഡ് ഡൈജഷൻ ആൻഡ് മെറ്റാബോളിസം, നമ്മുടെ ദഹനത്തെ പ്രോപ്പർ ആക്കുകയും മെറ്റാബോളിസം കറക്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ജോയിന്റ് ആൻഡ് മസിൽ ഹെൽത്തിന് സഹായിക്കുന്നു. ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. കാർഡിയോവാസ്കുലർ സപ്പോർട്ട്, ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. നാഡി ഞരമ്പുകൾക്ക് ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആകുന്ന സമയത്ത് എന്താ പറയാ, അതിസൂക്ഷ്മ രക്തക്കൊഴലുകളിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ, ബ്ലഡിന്റെ ഫ്ലോ കറക്റ്റ് ചെയ്യാൻ വരെ മാഗ്നറ്റിക് എനർജിക്ക് സാധിക്കും എന്നുള്ള പഠനങ്ങളുണ്ട്. പല്ലിന്റെയും എല്ലിന്റെയും ആരോഗ്യത്തിന് നല്ലതാണ്, ചെടികൾക്ക് നല്ലതാണ്. അതുപോലെ നമുക്ക് പെറ്റ്സിനും ഈ മാഗ്നറ്റിക് വാട്ടർ ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ഇത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയുന്നതിനെക്കാട്ടുപരി ഒരു റിസർച്ച് നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ കാണാൻ പറ്റും. സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്ന സ്ക്രീൻഷോട്ട് എടുക്കാം. 2011 കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സിന്റെ പ്രൊഫസർ റോഞ്ചി അട്ടാവ് ഒരു റിസർച്ച് പബ്ലിഷ് ചെയ്തു. ഒരു മിനിറ്റ് നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡിലാണെങ്കിൽ 20-30% ബ്ലഡിന്റെ തിക്നെസ് നോർമലൈസ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞ ആളുകൾക്ക് ഡോക്ടേഴ്സ് ഒരു ഗുളിക കൊടുക്കുന്നത് ബ്ലഡിന്റെ തിക്നെസ് നോർമൽ ആക്കാൻ വേണ്ടിയിട്ടാണ്, ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 2021 അദ്ദേഹം റിവൈസ് ചെയ്ത ഒരു പ്രബന്ധം പബ്ലിഷ് ചെയ്തു. അതിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് COVID-19 ശേഷം ലോകം നേരിടുന്ന 2 ഡിസാസ്റ്റർ ദുരന്തങ്ങൾ, ഒന്ന് ഹാർട്ട് അറ്റാക്കും ഒന്ന് സ്ട്രോക്കുമാണ്. ഇത് രണ്ടിന്റെയും മൂല കാരണം നമ്മുടെ ശരീരത്തിലെ ബ്ലഡിന്റെ തിക്നെസ് കൂടുന്നതാണെന്നും അതിന് നോർമലൈസ് ചെയ്യാൻ മാഗ്നറ്റിസം കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു പ്രബന്ധം അദ്ദേഹം പബ്ലിഷ് ചെയ്തു. ഗൂഗിളിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. എന്തിന് ഞങ്ങൾ നിങ്ങളോട് ഇപ്പൊ പറയുന്ന ഉൽപ്പന്നങ്ങൾ നമ്മളും നമ്മളെ കുടുംബത്തിലുള്ള ആളുകളും ഉപയോഗിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ നേരിടുന്ന ഒരു വലിയ ആരോഗ്യ പ്രശ്നം, ആയുസ് എത്തുന്നതിന് മുന്നേ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും വരുന്ന ഒരു പറ്റം ആളുകൾ, കുട്ടികൾക്ക് വരെ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും വരുന്നു. ജീവിതശൈലി രോഗങ്ങൾ, എവിടെ നോക്കിയാലും ജീവിതശൈലി രോഗങ്ങൾ, ചെറിയ കുട്ടികൾക്ക് വരെ കൊളസ്ട്രോൾ. ഇങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതക്ക് ഒരു ഉറപ്പുമില്ലാത്ത ഈ കാലഘട്ടത്തിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ആരോഗ്യം നിലനിർത്തി ആയുഷെത്തി മരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ദൈവികമായ ഒരു ഉൽപ്പന്നമാണ് ഈ ബയോട്ടോറിയം മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്നത്. അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അത് വാങ്ങി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇന്ന് ഈ പ്രോഗ്രാമിൽ കയറിയ നിങ്ങൾ ക്ഷണിച്ച ആളുകളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. 3-4 വർഷമായി കേരളത്തിലേക്ക് വന്നത് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച ആളുകളോട് ചോദിച്ചാൽ മതി. കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് ഹോസ്പിറ്റലിലേക്കുള്ള പോകുന്ന ഒരു അവസ്ഥ അവരുടെ ഒന്നും കുടുംബത്തിൽ ഇല്ല എന്നുള്ളത് നിങ്ങൾക്കൊന്നും ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒട്ടനവധി അസുഖങ്ങൾക്ക് റിസൾട്ട് കിട്ടിയ ഒരു പ്രൊഡക്റ്റ്. ഇതൊരിക്കലും ഒരു മരുന്നിന് പകരമല്ല എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊരു വെൽനസ് ഉൽപ്പന്നമാണ്. ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷനെയും ഓക്സിജൻ ലെവലിനെയും കറക്റ്റ് ചെയ്യാനും മൊബൈൽ ഫോണിന്റെ റേഡിയേഷൻ കൊണ്ടുണ്ടാകുന്ന എനർജി ലോസിനെ തടയാനും സാധിക്കുന്ന ഒരു അത്ഭുതകരമായ ഉൽപ്പന്നം. ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്ത 2-3 കൂട്ടരുണ്ട്. ഗർഭിണികൾ ഒരു 3 മാസം കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ടതില്ല. അവർക്ക് നോർമലി അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോൺ പ്രശ്നങ്ങൾ, അതേപോലെ ചില ആളുകൾക്ക് അലർജി, BP കൂടാനും കുറയാനും ഷുഗർ കൂടാനും കുറയാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് ഈ ഉൽപ്പന്നങ്ങൾ
മാറ്റിവെക്കാൻ വേണ്ടി പറയുന്നത്. സൈഡ് എഫക്റ്റ് കൊണ്ടല്ല, അവർക്ക് അങ്ങനെ ജനറ്റിക് ആയിട്ടുള്ള പ്രശ്നത്തിന്റെ മുകളിൽ എന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മളതൊരു പ്രൊഡക്റ്റ് കൊടുത്തിട്ട് അവർക്ക് ഈ പ്രൊഡക്റ്റ് കൊണ്ടാണെന്ന് തോന്നണ്ട എന്നുള്ളത് കൊണ്ടാണ്. രണ്ട്, പേസ് മേക്കർ യൂസ് ചെയ്ത ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല, മാട്രസ് ബെഡിൽ കിടക്കാൻ പാടില്ല. ബോഡിയിൽ എന്തെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസ് ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അത് അഴിച്ചു വെച്ചിട്ട് അതിൽ കിടക്കാൻ പാടുള്ളൂ. അത് ഇലക്ട്രോണിക് ഇൻസുലിൻ പമ്പാണെങ്കിലും ഇയറിംഗ് എയ്ഡ് ആണെങ്കിലും ഒക്കെ അത് അഴിച്ചു വെച്ചിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ നിങ്ങളുടെ ഫോണ്, ടാബ്, ലാപ്ടോപ്പ്, ക്യാമറ ഇങ്ങനെയുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസുകൾ കൂടുതൽ സമയം നമ്മുടെ മാട്രസ് ബെഡിന്റെ മുകളിൽ വെക്കാൻ പാടില്ല. ഇത് അലക്കാനോ അതേപോലെ തന്നെ നേരിട്ട് വെയിലത്തിട്ട് ചൂടാക്കാനോ പാടില്ല. ശ്രദ്ധിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 25 വർഷം മുതൽ 40 വർഷം വരെ നിങ്ങൾക്ക് ഈ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അത്രയും ലൈഫുള്ള ഒരു ഉൽപ്പന്നമാണ് ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി അതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്ക് അല്ലെങ്കിൽ അതിന്റെ കസ്റ്റമേഴ്സിലേക്ക് നൽകുന്നത്. ഈ പ്രൊഡക്റ്റിന്റെ ഈ കമ്പനിയുടെയും പ്രൊഫൈലൊക്കെ മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ കമ്പനിക്ക് ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. ഏകദേശം 100ഓളം പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ ബയോട്ടോറിയം. അതിലെടുത്ത് പറയേണ്ട ഒരു പ്രൊഡക്റ്റ് മോർ പവർ പ്രീമിയം എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. ഇതിൽ 44 ആയുർവേദ, സിദ്ധ, യുനാനി കണ്ടന്റുകൾ അടങ്ങിയിരിക്കുന്ന ആയുഷ് മന്ത്രാലയം അംഗീകരിച്ച സർട്ടിഫൈ ചെയ്ത ഒരു ഉൽപ്പന്നം രസായന രൂപത്തിലാണ്. ഇത് ടോട്ടൽ നമ്മുടെ ബോഡി ഓവറോൾ വെൽനസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. 10 വയസ്സിന് മുകളിലുള്ള ആർക്കും ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാം. 2-3 പേര് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പാടില്ലാത്തവര്, ഒന്ന് ക്രിയാറ്റിൻ കൂടുതലുള്ളവര്, ഡയാലിസിസ് ചെയ്യുന്ന ആളുകള്, മുലയൂട്ടുന്ന അമ്മമാര്, ഗർഭിണികള്, HbA1c 7 കൂടുതലുള്ള ഡയബറ്റിക് ആയ ആളുകൾ ഒഴിച്ച് ബാക്കി ആർക്കും ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാം. 2 ഗ്രാം രാവിലെയും 2 ഗ്രാം രാത്രിയും ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഉൽപ്പന്നം നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ എല്ലാ ന്യൂട്രീഷ്യൻസും നമുക്ക് കിട്ടും. പോഷകങ്ങളുടെ കുറവ്, ന്യൂട്രീഷ്യൻസിന്റെ അഭാവത്തിൽ നമ്മൾ രോഗിയായി മാറും. അതിനെ തടയാൻ വേണ്ടി എന്ത് ചെയ്യും, ഈ ഒരു മോർ പവർ കൂടി ഉപയോഗിക്കുന്ന സമയത്ത് സാധിക്കുന്നതാണ്. ഇതിന്റെ ഉള്ളിലുള്ള കണ്ടന്റുകളാണ് ഈ കാണുന്നതൊക്കെ. ഇതൊക്കെ നമ്മൾ നോർമലി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുന്ന കണ്ടന്റുകളാണ്. ഇത് ഏറ്റവും മോസ്റ്റ് മോഡേൺ ടെക്നോളജിയിലൂടെ എന്താണോ ഈ ഒരു ഉൽപ്പന്നത്തിൽ നിന്ന് നമുക്ക് വേണ്ട ഒരു കണ്ടന്റ് അതിനെ തെരഞ്ഞെടുത്ത് ട്രൈച്ചറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ എന്ത് ചെയ്തു, ഈ ഒരു ഉൽപ്പന്നം മാനുഫാക്ചർ ചെയ്ത് ഈ കമ്പനി എന്ത് ചെയ്യുന്നു, ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇതില് 36 ഇൻഗ്രീഡിയന്റ്, ഈ കാണുന്ന ഈ പിക്ചർ കാണുന്ന 36ഓളം ഇൻഗ്രീഡിയന്റിന് പുറമെ 8 പ്രീമിയം ഇൻഗ്രീഡിയന്റുകൾ ഉണ്ട്. ഇതൊക്കെ പേറ്റന്റഡ് ഇൻഗ്രീഡിയൻസ് ആണ്. ഒന്ന് സ്വർണ്ണഭസ്മ, രജതഭസ്മ, അശ്വഗന്ധ, കുർക്കുമിൻ, സാബറി, അതേപോലെ ഫെനുഗ്രീക്ക്, ഉലുവ, അതേപോലെ ഗിലോയ്, ചിറ്റാമത്, ബയോപ്രിൻ, കുരുമുളകിന്റെ. ഇതൊക്കെ ഈ ഒരു മോർ പവർ എന്ന് പറയുന്ന ഈ ഒരു ഉൽപ്പന്നത്തിന്റെ ഇൻഗ്രീഡിയന്റ് ആണ്. ഈ ഉൽപ്പന്നം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നത്, നമ്മുടെ ശരീരത്തിലെ ഓവറോൾ ഹെൽത്ത്, എല്ലാ ഓർഗൻസിനെയും എന്ത് ചെയ്യും, സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കും. 1. 2, ഒരു ടോട്ടൽ സെക്ഷൽ വെൽനസ് ആയിട്ട് ഈ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കാൻ പറ്റും. പുരുഷനും സ്ത്രീക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നം കൂടിയാണ് മോർ പവർ എന്ന് പറയുന്നത്. അതേപോലെ അടുത്തൊരു ഉൽപ്പന്നം എന്ന് പറയുന്നത് അൾട്രാവറി എന്ന് പറയുന്നു. ഇതൊരു ഫ്രൂട്ട് ഡ്രിങ്ക് എന്ന് പറയാൻ പറ്റും, ഒരു ആന്റി ഓക്സിഡന്റ് ജ്യൂസ് എന്ന് പറയാൻ പറ്റും നമുക്ക്. അത് കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാനും, ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും, തൈറോയിഡിനെ കൺട്രോൾ ചെയ്യാനും, മാനസിക പിരിമുറുക്കം ഇല്ലാതാക്കാനും, പല്ലിന്റെയും എല്ലിന്റെയും ആരോഗ്യത്തിനും, ടോട്ടൽ സ്ട്രെങ്ത്, സ്റ്റാമിന ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടും, സ്കിന്നിന്റെ ആരോഗ്യത്തിനും, മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ മുറിവ് കൂടാനൊക്കെ സഹായിക്കുകയും ചെയ്യും. ഹൈപ്പർ അസിഡിറ്റി ഇല്ലാതാക്കാനും, ദഹന പ്രക്രിയകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കാനൊക്കെ ഈ ഒരു അൾട്രാബെറി എന്ന് പറയുന്ന ഒരു മിറാക്കിൾ ആയിട്ടുള്ള ഒരു ജ്യൂസിന് സാധിക്കുന്നതാണ്. ഇതിന്റെ ഉള്ളിലുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ക്രാൻബെറി മുതൽ എൽഡർബെറി, സ്ട്രോബെറി, ബ്ലാക്ക് കറന്റ്, അതേപോലെ തന്നെ കിവി, നോയി, ഇങ്ങനെയുള്ള ഫ്രൂട്ടുകളും, അതേപോലെ തന്നെ താഴെ നിങ്ങൾ കാണുന്നത് സീബക്ത്രോൺ എന്ന് പറയുന്ന ബെറി. അതിൽ തന്നെ നമ്മുടെ ഹൃദയത്തിന്റെയും തലച്ചോറിന്റെയും ഒക്കെ ആരോഗ്യത്തിന് അടങ്ങിയിരിക്കുന്ന എല്ലാ ഫാറ്റി ആസിഡുകളും അതിനകത്ത് അടങ്ങിയിരിക്കുന്നു. ഡ്രാഗൺ ഫ്രൂട്ട്. ലാസ്റ്റ് ഇവിടെ കാണുന്നത് മക്ക റൂട്ട്, മുരിങ്ങ, അതേപോലെ വീറ്റ് ഗ്രാസ്, ഗ്രീൻ ടീ, സഫേദ് മുസലി, ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ്. ഈ ഒരു കോമ്പിനേഷനിലുള്ള വേൾഡിൽ കിട്ടാവുന്ന ഒരേ ഒരു ഉൽപ്പന്നം ഈ ബയോട്ടോറിയം അൾട്രാവറി ജ്യൂസ് ആണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ എന്ത് കിട്ടും, നമുക്ക് ഒരു ടോട്ടൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ, പോഷകാഹാരത്തിന്റെ കുറവ് പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യം സംരക്ഷിക്കാനും ഈ ഒരു ഉൽപ്പന്നം സഹായിക്കും.
നോർമൽ ഡോസേജ് എന്ന് പറയുന്നത് 15 വയസ്സിന് മുകളിലുള്ള ആളുകളാണെങ്കിൽ 30 മില്ലി അൾട്രാവറി ജ്യൂസ് 30 മില്ലി ഇളം ചൂടുള്ള വെള്ളം മിക്സ് ചെയ്തതിനു ശേഷം വെറും വയറ്റിൽ കഴിക്കുക. കുട്ടികൾക്കാണെങ്കിൽ 10 മില്ലി 15 മില്ലി വെച്ച് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അടുത്തൊരു പ്രൊഡക്റ്റ്, ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ ടോട്ടൽ വെൽനസിലുള്ള പ്രൊഡക്റ്റുകളാണ്. ടോട്ടൽ ആരോഗ്യം സംരക്ഷിക്കാൻ ഒന്ന് A2 ഗീ മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ്. A2 ഗീയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, എല്ലാവർക്കും അറിയാവുന്നതാണ്. നെയ്യ് കഴിച്ചു കഴിഞ്ഞാലുള്ള ആരോഗ്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ ഒരുപാടൊന്നും പറയേണ്ട ആവശ്യമില്ല. അതിൽ വിറ്റാമിൻ A, D, E, K തുടങ്ങിയ വിറ്റാമിൻസും omega-3, 6 ഫാറ്റി ആസിഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും തലച്ചോറിന്റെ ആരോഗ്യത്തിനും മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യത്തിനൊക്കെ എന്ത് ചെയ്യും, രാവിലെ ഒരു സ്പൂൺ നെയ്യ് കഴിക്കുന്നത് സഹായിക്കുന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറ്റവും പരിശുദ്ധമായ ബിലോണ ടെക്നിക് ഉപയോഗിച്ച്, എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കടഞ്ഞെടുക്കുന്ന രീതിയിലുള്ള ടെക്നിക് ഉപയോഗിച്ച് ഗീർ പശുവിന്റെ നെയ്യാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. ഈ പ്രൊഡക്റ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ മാഗ്നറ്റിക് തെറാപ്പിയായി ബന്ധപ്പെട്ടിട്ടുള്ള പെയിൻ റിലീഫിന് വേണ്ടി തലവേദനയ്ക്കും മുട്ടുവേദനയ്ക്കും കൂർക്കമ്പലിക്കും കണ്ണിന്റെ ആരോഗ്യത്തിനും ജോയിന്റ് പെയിൻ റിലീഫിനും ഒക്കെ ബാക്ക് പെയിന്, ബെല്ലി പേഡ്, അതേപോലെ വേസ്റ്റ് പേഡ്, ഇതൊക്കെ ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളാണ്. നിങ്ങളെ ക്ഷണിച്ച ആളുകളടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും. ഇതിന്റെ കുറെ റിസൾട്ടുകൾ ഉണ്ട്, അമേസിംഗ് റിസൾട്ടുകൾ. നിങ്ങൾക്ക് ഇന്ന് ഈ പ്രോഗ്രാമിൽ ചിലപ്പോൾ റിസൾട്ട് ആരെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഈ ബയോട്ടോറിയം പ്രോഡക്റ്റ് റിസൾട്ട് മലയാളം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വീഡിയോസ് കിട്ടും. 20 വർഷത്തിൽ കൂടുതൽ സോറിയാസിസ് വന്ന നമ്മുടെ പൊന്നാനി സ്വദേശി പ്രിയങ്കനായ വിജയൻ സാറിന്റെ റിസൾട്ട്, അതേപോലെ വെരിക്കോസ് അൾസർ വന്ന ആളുകൾക്ക് കിട്ടിയ റിസൾട്ട്, കൊയിലാണ്ടി മുജുകുന്ന് സ്വദേശി ഡയബറ്റിക് വന്ന ഫുഡ്, കോഴിക്കോട് 3 ഹോസ്പിറ്റലിൽ നിന്നും അത് ആംബ്യൂട്ടേഷൻ പറഞ്ഞ ആ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് 4 മാസം കൊണ്ട് കിട്ടിയ റിസൾട്ട്. ഇന്നും അദ്ദേഹം ഈ 2 കാലിൽ ചവിട്ടി ജീവിക്കുന്നു. മഞ്ചേരിയുള്ള ഒരു ലേഡിക്ക് കിട്ടിയ റിസൾട്ട്, വെരിക്കോസ് അൾസർ വന്ന ആംബ്യൂട്ടേഷൻ പറഞ്ഞ അവസ്ഥയിൽ നിന്ന് റിവേഴ്സ് ആയത്. കണ്ണൂരുള്ള റിസൾട്ട്. ഇതേപോലെ സ്കിൻ ഡിസീസുകൾക്ക്, സോറിയാസിസ്, എക്സിമ പോലുള്ള അസുഖങ്ങൾക്ക്, അതേപോലെ തന്നെ ഈ റിസൾട്ടുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ കിട്ടും. തൊട്ടപ്പാലം സ്വദേശി നിഷാമ എടുത്ത് കിട്ടിയ റിസൾട്ട്, 13 വർഷക്കാലം അവരനുഭവിച്ച നരകയാതനക്ക് 14 ദിവസം കൊണ്ട് കിട്ടിയ റിസൾട്ടാണിത്. സന്ധ്യ കഴിഞ്ഞാൽ വയറ് നീര് വെച്ച് വീർത്ത് നേരം വെളുക്കുന്നവരെ ഉറങ്ങാനോ അതേപോലെ കിടക്കാനോ സാധിക്കാത്ത അവസ്ഥയിൽ നിന്നും കേരളത്തിനകത്തും പുറത്തുമുള്ള എല്ലാ ഹോസ്പിറ്റലിലും ട്രീറ്റ്മെന്റ് എടുത്തിട്ടും ഈ പറഞ്ഞ ഈ സമയത്ത് പോലും ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്തൊരു അസുഖം 14 ദിവസത്തിനുള്ളിൽ മാറി അദ്ദേഹം ഇന്ന് എന്ത് ചെയ്യുന്നു, ഈ ബയോട്ടോറിയം നെഞ്ചിലേറ്റി ഈ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നു. ഇതാണ് ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇന്ന് ഇന്ത്യയിൽ 30-40 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നു. ഈ വാങ്ങി ഉപയോഗിക്കുന്ന വിശിഷ്ട വ്യക്തികൾ ഈ ഒരു ഉൽപ്പന്നത്തിന്റെ മഹത്വം കൊണ്ട് ഈ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ഫോട്ടോസ് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ മുൻ ആയുഷ് മന്ത്രാലയത്തിന്റെ ഇൻചാർജുള്ള മന്ത്രി ശ്രീപതി ശോ നായിക്ക്, അതേപോലെ നിതിൻ ഗഡ്കരി സാറ്, ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ, രാജ് താക്കറെ, മേനകാ ഗാന്ധി പോലുള്ള വ്യക്തിത്വങ്ങൾ, പ്രമോദ് സാവന്ത്, ദീപക് ദേവ്, സ്വാമി ഗുരുരത്നം, ഫാദർ വാൾട്ടർ തലാപ്പള്ളി, ഭീമൻ രഘു, പട്ടാമ്പി മണിയാട്, നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളാണ് ഈ ഫോട്ടോസ് ഒക്കെ കാണുന്നത്. പാണക്കാട് ഷമീർ ഷിഹാബ് തങ്ങൾ, അമിത് ഷിഹാബ് തങ്ങൾ, നിയാസ് അലി തങ്ങൾ, അതേപോലെ പോലീസ് ഓഫീസേഴ്സ് ഈ ഒരു ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നു. ബിസിനസ് ഓണേഴ്സ്, നമ്മുടെ VKCയുടെ ഓണർ മുഹമ്മദ് സാർ അടക്കം ഒരുപാട് ബിസിനസ് ഓണേഴ്സ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു. ഡോക്ടേഴ്സ് ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നു. ആദ്യകാലങ്ങളിൽ ആളുകളെ, വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ ഇതൊരു മാജിക്കൽ പ്രൊഡക്റ്റ് ആണ്, ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞ സമയത്ത് 2 വർഷം കഴിയുമ്പോഴേക്കും ഏറ്റവും ആശ്ചര്യജനകമായ കമ്പനി എന്നുള്ള അവാർഡ് കിട്ടിയ ഉൽപ്പന്നങ്ങൾ ഡോക്ടേഴ്സ് ഒക്കെ 10-15 വർഷം ഗുളിക കൊടുത്തിട്ട് മാറാത്ത ജീവിതശൈലി രോഗങ്ങളെ വരെ തടയാനും അതിനെ റിവേഴ്സ് ചെയ്യാനും ഒക്കെ പറ്റിയപ്പോൾ ഡയബറ്റിക്കിനെ വരെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നം എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഡോക്ടേഴ്സ് ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇന്ന് ഏകദേശം 5000-ൽ കൂടുതൽ ഡോക്ടേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. കേരളത്തില് 1000-2000 ഡോക്ടേഴ്സ് ഉണ്ട്. ഡയറക്റ്റായി ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇപ്പൊ സപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നു. കാരണം അവർക്ക് എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ബ്ലഡ് സർക്കുലേഷൻ, ഓക്സിജൻ ലെവൽ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഓക്സിജന്റെ ലെവലിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിസിനും ഇന്ന് വരെ ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ ബയോട്ടോറിയം മാഗ്നറ്റിക് തെറാപ്പി ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓക്സിജന്റെ അളവ് ക്രമപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ഇതാണ് ഈ പ്രൊഡക്റ്റിന്റെ മഹത്വം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പലരും ഈ ഉൽപ്പന്നത്തിന് ദൈവികമായ ഉൽപ്പന്നം എന്ന് പറയുന്നത്. പോലീസ് സ്റ്റേഷനുകളിൽ നമ്മൾ ക്ലാസുകൾ കൊടുക്കുന്നു. ഏതെങ്കിലും ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി അതിന്റെ ഉൽപ്പന്നങ്ങൾ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലോ കോടതികളിലോ സ്കൂളിലോ കോളേജിലോ ക്ലാസ് എടുക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. കേന്ദ്ര MSME മന്ത്രാലയത്തിന്റെ അവാർഡ് കിട്ടിയ, ആയുഷ് മന്ത്രാലയത്തിന്റെ അവാർഡ് കിട്ടിയ, 100% ലീഗലായ, കേരളത്തിലെ 5 രാഷ്ട്രീയ പാർട്ടികളുടെ യൂണിയനുള്ള ഒരു കമ്പനിയുടെ പേരാണ് ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്.
പോലീസ് ഓഫീസേഴ്സ്, ഡ്യൂട്ടിയിലും പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എല്ലാ തരത്തിലും എല്ലാ നാനാ വിഭാഗം ആളുകൾക്കും ഇന്ന് ആരോഗ്യവും ആയുസ്സും ഒരു പ്രശ്നമാണ്. ഇത് രണ്ടിനെയും ഒരുപോലെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് ഞാൻ നിങ്ങളെ ഇതുവരെ പരിചയപ്പെടുത്തിയ എല്ലാ ഉൽപ്പന്നങ്ങളും. നമ്മൾ മാഗ്നറ്റിക് തെറാപ്പി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് അതിൽ കിടക്കുന്നു. ആ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആകുന്നു. മോർ പവറും ഗീയും അൾട്രാവയൊക്കെ കഴിക്കുന്ന സമയത്ത് ഉള്ളിൽ എന്തെങ്കിലും പോഷകങ്ങളുടെ കുറവുണ്ടെങ്കിൽ ന്യൂട്രീഷൻസ് ആൻഡ് ഡെഫിഷ്യൻസി നികത്താൻ വേണ്ടി സാധിക്കുന്നു. ടോട്ടൽ ഓവറോൾ ഹെൽത്തി ആയി നിൽക്കാൻ വേണ്ടി നമ്മുടെ കുടുംബത്തിന് സാധിക്കുന്ന ഒരു ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനി. അതിന്റെ ബിസിനസ് പ്ലാനിലേക്ക് ഒന്ന് പോകാം. നമുക്ക് ഡയറക്ട് സെല്ലിങ്ങിലാണ് നമ്മൾ ഈ ഒരു ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത്. അത് സോഷ്യൽ സെല്ലിംഗ് ആയിരിക്കാം, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആവാം, ഡയറക്ട് സെൽ ആയിരിക്കാം, സോഷ്യൽ മാർക്കറ്റിംഗ് ആകാം, സോഷ്യൽ കൊമേഴ്സ് ആകാം, പാർട്ടി പ്ലാൻ ആകാം, MLM ആകാം. ഏത് രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റ് വാങ്ങി വിൽക്കുന്ന ഒരു സാധാരണ കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ അങ്ങനെ ആവാം. അതല്ല ദശലക്ഷക്കണക്കിന് കോടികൾ വാങ്ങാൻ താല്പര്യപ്പെടുന്ന ഒരു MLM നെറ്റ്വർക്ക് മാർക്കറ്റർ ആകാം. ഈ കമ്പനിയിൽ അവസരങ്ങളുണ്ട്. ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിക്ക് എന്തെങ്കിലും മൂല്യമുണ്ടോ എന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ബിസിനസ് മോഡൽ ഇൻ ദ വേൾഡ് ടുഡേ എന്ന് പറഞ്ഞിരിക്കുന്ന റോബർട്ട് കിയോസാക്കിയാണ്. ബിൽഗേറ്റ്സിനോട് എല്ലാ ബിസിനസ്സും ഒഴിവാക്കി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ എന്തെങ്കിലും അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് തിരഞ്ഞെടുക്കുക എന്ന് പറയാൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിൽ ഇന്ന് തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായിരിക്കുന്ന ഈ സമയത്ത് അൺഎംപ്ലോയ്മെന്റ് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് കൺസേൺ ഡയറക്ട് സെല്ലിംഗ് അറ്റ് റെസ്ക്യൂ എന്ന് പറയാൻ നരേന്ദ്രമോദിയെ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്രിയങ്കരനായ അന്തരിച്ച അബ്ദുൽ കലാം സാർ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ബിസിനസ് ഓഫ് 21st century which must be joined by every young man and women globally, otherwise you can never get the best of your youth എന്ന് പറയാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഇൻഡസ്ട്രിയുടെ മഹത്വമാണ്. നിങ്ങളുടെ യുവത്വം നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ യങ് ഏജ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ അത് ഡയറക്ട് സെല്ലിംഗ് ആണ് എന്ന് അബ്ദുൽ കലാം സാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഈ ഒരു മഹത്വം നമ്മൾ മനസ്സിലാക്കണം. ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് പഠനങ്ങൾ നടത്തിയ സമയത്ത് ലോകത്തിലെ ഏറ്റവും ഏറ്റവും കൂടുതൽ ആളുകൾ മനസ്സിലാക്കിയതും സാമ്പത്തികമായിട്ട് ഈ ലോകത്തിലെ ആളുകളെ 4ആയിട്ട് തരംതിരിച്ച ഒരു ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് ഉണ്ട്. റോബർട്ട് കിയോസാക്കിയാണ് അതെന്ത് ചെയ്തത്, ലോകത്തിന് മുന്നിലേക്ക് വെച്ചത്. അത് പറയുന്നതിന് മുന്നേ ശമ്പളം വാങ്ങുന്ന ആളുകൾ എന്റെ മുന്നിലിരിക്കുന്നുണ്ടാവും. ശമ്പളം വാങ്ങുന്ന ജോലി മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ലോകത്തിലെ ഏറ്റവും പണക്കാരനായ വാരൻ ബഫറ്റ് പറഞ്ഞത് സാലറി ഈസ് എ ഡ്രഗ് ദേ ഗിവ് യു ടു ഫോർഗെറ്റ് യുവർ ഡ്രീം എന്ന് പറഞ്ഞത്. നമുക്കൊരു സാലറി ഉള്ള ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ മറന്നുപോകും. ഒരു കാറ് വാങ്ങണമെങ്കിൽ, ഒരു ബംഗ്ലാവ് വെക്കണമെങ്കിൽ, ഒരു 10 സെന്റ് സ്ഥലം വാങ്ങണമെങ്കിൽ പോലും കഴിയാത്ത രീതിയിലേക്ക് സാലറിയിലേക്ക് മാനസികമായി ചുരുങ്ങിപ്പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ പറ്റും. ഇത് ഞാൻ പറയുമ്പോൾ എന്നോട് യോജിക്കുന്നവരും വിയോജിക്കുന്നവരും ഈ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടാവും. പക്ഷേ നിങ്ങളോട് എനിക്ക് ജസ്റ്റ് നിങ്ങളോട് ഒരു ഉറപ്പ് പറയാനുള്ളത് അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തൽ, ഈ ലോകത്തിൽ ഇറങ്ങിയ എല്ലാ പ്രീമിയം വെഹിക്കിൾസും യൂസ് ചെയ്യുന്നത് ഒരു സാലറിഡ് പേഴ്സൺ ആയിരിക്കില്ല ഒരിക്കലും. അതൊക്കെ ബിസിനസ് ഓണേഴ്സ് ആയിരിക്കും. ഇവിടെ ബെൻലിയുടെയും അതേപോലെ ടൊയോട്ടയുടെയും ബെൻസിന്റെയും ഓഡിയുടെ ഒക്കെ വാഹനങ്ങൾ റോഡിൽ ഓടുന്നുണ്ടെങ്കിൽ, ഈവൻ ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ പോലും ഓടുന്നുണ്ടെങ്കിൽ ആ കാറുകളുടെ ഒക്കെ ഓണേഴ്സ് ബിസിനസ്സുകാരായിരിക്കും. ഒരിക്കലും ഒരു എംപ്ലോയി ആയിരിക്കും. 1 ലക്ഷം രൂപക്ക് മുകളിൽ ശമ്പളം വാങ്ങുന്ന ഒരു എംപ്ലോയി പോലും ഇങ്ങനെയുള്ള പ്രീമിയം കാർ ഉപയോഗിക്കുന്നുണ്ടാവില്ല എന്നതാണ് ഞാൻ ഇവിടെ പറയാൻ കാരണം. നേരത്തെ ജയമോഹൻ സാർ സ്റ്റാർട്ടിങ് പറഞ്ഞു നമുക്ക് മൈൻഡ് സെറ്റ് മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഇവിടെ ഉണ്ടെന്നുള്ളത്. ലോകത്തില് വരുമാനത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ സമ്പത്തിന്റെ കാര്യത്തിൽ ആളുകളെ 4ആയി തരംതിരിച്ചാൽ എംപ്ലോയി, സെൽഫ് എംപ്ലോയി കാറ്റഗറിയിൽ പെടുന്ന ഇടത് ഭാഗത്ത് വരുന്ന ആളുകളും ബിസിനസ് ഓണേഴ്സും ഇൻവെസ്റ്റേഴ്സുമായി കാണുന്ന വലതു ഭാഗത്ത് കാണുന്ന ആളുകളും ഈ 4 ടൈപ്പ് ആളുകളാണ്. എംപ്ലോയിക്കും സെൽഫ് എംപ്ലോയിക്കും പണം എന്ന് പറയുന്നത് അവർ സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ്. അവർ ആക്റ്റീവ് ആണെങ്കിൽ അവർക്ക് വരുമാനം ഉണ്ടാകും. അവർ ഇനാക്റ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ അവർ ഇല്ലാതാകുന്ന സമയത്ത് അവർക്ക് വരുമാനം നിൽക്കും. സെൽഫ് എംപ്ലോയ്മെന്റിലാണ് ഡോക്ടേഴ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ലോയേഴ്സ് ആണെങ്കിലും പ്രൊഫഷണൽസ് ആണെങ്കിലും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് നടത്തുന്ന ആളുകളാണെങ്കിലും ഒക്കെ വരുന്നത് സെൽഫ് എംപ്ലോയ്മെന്റിലാണ്. ഈ ബിസിനസ് ഓണേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ലുലു ഗ്രൂപ്പ് പോലെ, റിലയൻസ് പോലെ, അംബാനി പോലെ, അദാനി പോലെ ആളുകള്, വാരൻ ബഫറ്റിനെ പോലെയുള്ള ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഇൻവെസ്റ്റേഴ്സ് കാറ്റഗറിയിൽ അവർക്ക് വേണ്ടി
ഈ ഇൻവെസ്റ്റേഴ്സിന് പണം കിട്ടുന്നത് പണം ഇൻവെസ്റ്റ് കൊണ്ടാണെങ്കിൽ ബിസിനസ്സുകാർക്ക് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റുന്നത് ആളുകളെ കൊണ്ടാണ്. കാരണം നമുക്ക് 24 മണിക്കൂറാണ്, അതിൽ 8 മണിക്കൂർ നമ്മൾ ജോലി ചെയ്യുന്നു. യൂസഫ് അലി സാറിന്റേതും അദ്വാനിയുടെയും അംബാനിയുടെയും മണിക്കൂർ 8 മണിക്കൂർ, അവർക്ക് വേണ്ടി ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ജോലി ചെയ്യുമ്പോൾ എത്രത്തോളം ആളുകൾ ജോലി ചെയ്യുന്നു ഇൻറ്റു 8 അവരുടെ ഒരു ദിവസം വർക്കിംഗ് ഹവേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്തിൽ ഏതൊരു സാധാരണക്കാരനും അസാധാരണക്കാരനായ ബിസിനസ് ഓണേഴ്സ് ആകാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയുടെ പേരാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇത് കേന്ദ്ര ഗവൺമെന്റ് നിയമപ്രകാരം അംഗീകരിച്ച ഒരു ബിസിനസ് രീതിയാണ്. മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷനിലാണ്, അതിന്റെ അണ്ടറിലാണ് ഈ ഒരു ഇൻഡസ്ട്രി മെർജ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഗ്രോത്ത് എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഓരോ വർഷത്തെയും ഗ്രോത്ത് നോക്കുമ്പോൾ അത് എപ്പോഴും ഉയരങ്ങളിലേക്കാണ്. 2023-24 ഏകദേശം 22,142 കോടി രൂപയുടെ ടേൺ ഓവർ ഉണ്ടാക്കിയ സമയത്ത് ഫിക്കിയും അതേപോലെ തന്നെ KPMG പോലുള്ള വേൾഡ് വൈഡ് ഓഡിറ്റ് ചെയ്യുന്ന ഫേമുകൾ അവരുടെ പഠനം പറയുന്നത് ഈ 2025 ക്ലോസ് ആകുമ്പോൾ അവർ പ്രഡിക്ട് ചെയ്തത് 64,500 കോടി രൂപയുടെ ടേൺ ഓവർ ഉണ്ടാക്കുന്നതാണ്. അതിൽ കൂടുതലായിരിക്കും ഇനി വരുന്ന ഓരോ 10 വർഷത്തെയും ഈ ഡയറക്ട് സെല്ലിംഗിന്റെ ടേൺ ഓവർ എന്ന് പറയുന്നത്. അപ്പൊ അത്രത്തോളം ടേൺ ഓവർ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ലീഗലായ ബിസിനസ്, ഏറ്റവും കൂടുതൽ GST കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ അതിന്റെ പേര് ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നാണ്. മുംബൈയിൽ താന ഡിസ്ട്രിക്റ്റിൽ ഏറ്റവും കൂടുതൽ GST പേ ചെയ്യുന്ന ഒരു ഇന്ത്യൻ കമ്പനി ഉണ്ടെങ്കിൽ അതിന്റെ പേര് ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. കാരണം ഇവിടെ സുതാര്യമായ നിയമത്തിന്റെ അണ്ടറിലാണ്, കംപ്ലീറ്റ് GST അടിച്ചുകൊണ്ടാണ് ഇവിടെ ഇന്ത്യയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇത് കേരള ഗവൺമെന്റിന്റെ കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡോക്യുമെന്റ് ആണ്. ഇത് മോണിറ്ററിംഗ് മെക്കാനിസം ഫോർ ഡയറക്ട് സെല്ലിംഗ് എൻറ്റിറ്റീസ് ആൻഡ് ഡയറക്ട് സെല്ലേഴ്സ് 2024 എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു മോണിറ്ററിംഗ് മെക്കാനിസം ഇവിടെ നിലവിൽ വന്നു. എങ്ങനെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി വർക്ക് ചെയ്യണമെന്നും അതിന്റെ വെബ് പോർട്ടൽ ഉദ്ഘാടനമൊക്കെ തിരുവനന്തപുരത്ത് നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ തന്നെയാണ് അന്ന് അതിന്റെ ഉദ്ഘാടനം നടത്തിയത്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. എന്ന് വെച്ചാൽ ഇന്ന് ഗവൺമെന്റ് പോലും എന്ത് ചെയ്യുന്നു, അംഗീകരിച്ച രാഷ്ട്രീയ പാർട്ടികളിൽ യൂണിയനുള്ള ദശലക്ഷക്കണക്കിന് സ്ത്രീകളെയും യൂത്തിനെയും എംപവർ ചെയ്യാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രി. എന്താണ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഉൽപ്പന്നവും ഒരു കസ്റ്റമറിലേക്ക് എത്തുന്നത് പോലെ തന്നെയാണ് ഇവിടെയും കാര്യങ്ങൾ നടക്കുന്നത്. ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നു, ഇതിന്റെ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുക്കുന്ന ഭീമമായ തുക, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ 70 മുതൽ 80% വരെ വരുന്ന അതിന്റെ മാർജിൻ നമ്മളെ പോലുള്ള സാധാരണക്കാരായ ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിന്റെ പേരാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഈ ഡയറക്ട് സെല്ലിംഗിൽ മൗത്ത് പബ്ലിസിറ്റി വഴിയാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത്. കൊണ്ട് തന്നെ ഇവിടെ മോഹൻലാലും മമ്മൂട്ടിയും അതേപോലെ തന്നെ അമിതാഭ് ബച്ചനും ഒക്കെ നമ്മൾ തന്നെയാണ്. അതേപോലെ മഞ്ജു വാര്യരാണെങ്കിലും മനീഷ കൊയ്രാളാണെങ്കിലും ഒക്കെ എല്ലാം നമ്മൾ തന്നെ. അപ്പൊ നമുക്കാണ് ഇതിലെ വരുമാനം. ഈ രീതിയെ കുറിച്ച് ഇതൊരു ബൈപ്പാസ് ഇൻഡസ്ട്രിയാണ്, ലീഗൽ ആയിട്ടുള്ള ഒരു ബൈപ്പാസ് ഇൻഡസ്ട്രി. ട്രഡീഷണൽ രീതിയിൽ നിന്നും മാറി ഡയറക്ട് സെല്ലിങ്ങിലൂടെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനി. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഇ-കൊമേഴ്സ് രീതിയിലും മാർക്കറ്റ് ചെയ്യുന്ന കമ്പനികൾക്ക് മാത്രമേ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റൂ. അങ്ങനെയുള്ള ഒരു കമ്പനിയുടെ പേരാണ് ഈ ബയോട്ടോറിയം. കേരളത്തിലേക്ക് നമ്മൾ ഇന്ന് സിവിൽ സപ്ലൈസിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കമ്പനി, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ യൂണിയനുള്ള കമ്പനി. ഇതിന്റെ വരുമാനം കിട്ടുന്ന ഒരു സോഴ്സിലേക്ക് പോകുന്ന സമയത്ത്, ഞാൻ ഈ സ്പീഡിൽ പോകുന്ന വെച്ചാൽ സമയത്തിന്റെ പരിമിതി കൊണ്ടാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ ക്ഷണിച്ച ആളിലേക്ക് ജസ്റ്റ് ഒരു കോൾ ചെയ്ത് കഴിഞ്ഞാൽ നാളെ അവർ നിങ്ങൾക്ക് വീട്ടിൽ വന്ന് പ്ലാന് പറഞ്ഞു തരും. ബിക്കം എ മെമ്പർ, ജോയിൻ ടുഡേ. ഇന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി ഏറ്റവും കുറഞ്ഞ പാക്കേജിലുള്ള ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി കൂടിയാണ് നമ്മുടെ ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ്. നിങ്ങൾ 4,800 രൂപ കൊടുത്താൽ 13 PV ഉള്ള ഓരോ ഉൽപ്പന്നത്തിനും ഒരു പോയിന്റ് വാല്യൂ ഉണ്ടാവും. പോയിന്റ് വാല്യൂയുടെ മാച്ചിങ്ങിനനുസരിച്ചിട്ടാണ് എല്ലാ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയും ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു അൾട്രാവറി ജ്യൂസും ഒരു മോർ പവർ നമുക്ക് കിട്ടും. 4,800 രൂപ കൊടുത്താൽ മതി. ഒരു ID നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 5 ലെതർ റിസ്റ്റ് ബാൻഡ് കിട്ടും, 6,200 കൊടുത്താൽ മതി. 5 വാട്ടർ പാഡ് കിട്ടും, 6,000 രൂപ കൊടുത്താൽ മതി. സിലിക്കൺ റിസ്റ്റ് ബാൻഡ് കിട്ടും, 6,000 കിട്ടും. നിങ്ങൾ ഈ ഒരു പാക്കേജ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അവിടെ നിങ്ങൾക്ക് അതിന്റെ PV കാണാൻ പറ്റും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാക്കേജ് എടുത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഏതൊരാൾക്കും ഒരു ബിസിനസ്സുകാരനാവണമെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. വൺ ടൈം ഇൻവെസ്റ്റ്മെന്റിൽ ഒരു വലിയൊരു കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് അല്ലെങ്കിൽ ബിസിനസ് പാർട്ണർഷിപ്പ് കിട്ടും. ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം, വിൽക്കാം, ഗ്ലോബലി മാർക്കറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. നിങ്ങൾ
എന്ത് ചെയ്യണം? വലിയ വരുമാനങ്ങൾ എത്തണമെങ്കിൽ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യണം. നമുക്ക് നമ്മുടെ ലെഫ്റ്റിലും റൈറ്റിലായിട്ട് ജീനിയസ് ടീം, വിന്നർ ടീം എന്ന പേരിൽ 2 ടീമുകൾ ഉണ്ടാവും. സോഫ്റ്റ്വെയറിൽ അത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഇ ബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനി ഡിസ്ട്രിബ്യൂട്ടർ ആവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കിട്ടുന്ന വരുമാനങ്ങളാണ് ഈ കാണുന്നതൊക്കെ. റീറ്റെയിൽ പ്രോഫിറ്റ് 40 to 70, 80% വരെ മാർജിൻ എടുത്തുകൊണ്ട് വിൽക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ട്. അതേപോലെ ഈ കമ്പനിയുടെ മിറാക്കിളായിട്ട് വരുമാനങ്ങൾ കിട്ടാൻ വേണ്ടി ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സൂപ്പർ ഫാമിലി ബോണസ്, സൂപ്പർ അവയർനെസ് ബോണസ്, സർപ്രൈസ് ബോണസ്, പെർഫോമൻസ് ബോണസ്, പിക്കപ്പ് സെന്റർ ബോണസ്, ഡിസ്ട്രിക്ട് സ്റ്റോക്കിസ്റ്റ് ബോണസ്, ഇങ്ങനെ 8ഓളം വരുമാനങ്ങളും, റീപർച്ചേസ് ബോണസ് പോലുള്ള വരുമാനങ്ങൾ എക്സ്ട്രയും, വേൾഡ് ടൂർ പാക്കേജും, നമ്മൾ ഇല്ലാതാകുന്ന സമയത്തും നമുക്ക് നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ നോമിനിക്ക് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം ആസ്വദിക്കാൻ പറ്റുന്ന നോമിനേഷൻ ഫെസിലിറ്റി ഉള്ള ഒരു കമ്പനിയിലെ ഒരു പ്രോഗ്രാമാണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിലെ 7 തലമുറയെ സുരക്ഷിതമാക്കാൻ, സാമ്പത്തികമായി സുരക്ഷിതമാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിലെ ബിസിനസ് പ്ലാൻ. ഇവിടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഐഡി രജിസ്റ്റർ ചെയ്യുന്നു, നമ്മൾ മിനിമം 2 പേരെ എന്ത് ചെയ്യണം? റെഫറൽ ചെയ്യണം. മിനിമം 2 പേരെ റെഫർ ചെയ്ത് അവരിലൂടെ ബിസിനസ് വളരുന്ന സമയത്ത് ഒരു 50 BV 100 BV മേച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 440 രൂപ കമ്പനിയുടെ ക്രൈറ്റീരിയ ബോണസ് അല്ലെങ്കിൽ വെൽക്കം ബോണസ് കിട്ടും. ഇപ്പൊ ഇന്ന് നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ ഈ 4800 അല്ലെങ്കിൽ 6000 രൂപ, 6200 രൂപക്ക് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഐഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് ഉൽപ്പന്നം വിറ്റ് കഴിഞ്ഞാലും 50 BVയുടെ ഒരു ഡയറക്റ്റ് സ്പോൺസർഷിപ്പിൽ ഒരു വാല്യൂ പാക്ക് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2020 രൂപ കിട്ടും. ഒരു PVക്ക് 40 രൂപ 40 പൈസ വെച്ച് നിങ്ങൾക്ക് കിട്ടും. അതിന് ലെഫ്റ്റ് റൈറ്റ് മാച്ചിങ് പരിപാടികളൊന്നുമില്ല. സെയിൽസ് ഉണ്ടോ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും. അങ്ങനെ ഏതൊരു തുടക്കക്കാരനും ഏറ്റവും ചുരുങ്ങിയത് 150 BV മാച്ച് ചെയ്ത് ഒരു ഇ ബയോട്ടോറിയം ഡിസ്ട്രിബ്യൂട്ടർ ആകുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് 6500 രൂപ വരുമാനം കിട്ടും. ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്കും ഇതുപോലൊരു ഇൻകം പ്ലാൻ ഉണ്ടാവില്ല. പിന്നീട് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം, നിങ്ങൾ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം 5 മണി മുതൽ 5 മണി വരെയുള്ള 2 കട്ട് ഓഫിൽ, രാവിലത്തെ കട്ട് ഓഫിൽ മാച്ചിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുമാനം കിട്ടും, വൈകുന്നേരത്തെ കട്ട് ഓഫിൽ മാച്ചിങ് ഉണ്ടെങ്കിൽ വരുമാനം കിട്ടും. ഈ വരുമാനം 3 ദിവസത്തെ വരുമാനം ഒരുമിച്ച് 4ാമത്തെ ദിവസം നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും. 3 ദിവസത്തെ വരുമാനം 4ാമത്തെ ദിവസം അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വലിയൊരു എമൗണ്ട് നമുക്ക് ഉണ്ടാവും. ഏതൊരു തുടക്കക്കാർക്കും ഒരു എന്താ പറയാ, ഇപ്പൊ നിങ്ങൾ ഏത് വർക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു മാസം കിട്ടുന്ന ശമ്പളത്തിന് മുകളിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ കമ്പനിയിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതിന്റെ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന 2 ബോണസ്, ഒന്ന് സൂപ്പർ അവയർനെസ് ബോണസ്, അത് മാച്ച് ചെയ്യുന്ന ഒരു PVക്ക് 8 രൂപ 80 പൈസ നിരക്കിൽ ഒരു കട്ട് ഓഫിൽ മാക്സിമം 1000 PV 2 ടീമിലും മാച്ച് ചെയ്തുകൊണ്ട് 8800 രൂപയും, വൈകുന്നേരത്തെ കട്ട് ഓഫിൽ സെയിൽസ് ഉണ്ടെങ്കിൽ 8800 രൂപയും. ഇതിന് സമയപരിമിതി ഇല്ല. വൺ സൈഡിലുള്ള സെയിൽ നടക്കുന്നു, അതർ സൈഡിലെ ടീമിൽ സെയിൽ നടക്കുന്നത് ഇന്നോ നാളെയോ 6 മാസം കഴിഞ്ഞിട്ടോ എപ്പോഴാണോ മാച്ച് ചെയ്യുന്നത് അന്ന് നിങ്ങൾക്ക് ഈ വരുമാനം കിട്ടും. 2ാമത്തെ ബോണസ് സൂപ്പർ ഫാമിലി ബോണസ് എന്ന് പറയുന്നത്, ഇന്ത്യയിൽ നല്ല വേൾഡിൽ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയും ഇത്രയും കൂടുതൽ ഒരു ഇൻകം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു മാച്ചിങ് PVക്ക് 59 രൂപ 40 പൈസ നിരക്ക് കൊടുക്കും. ഞാൻ ചലഞ്ച് ചെയ്യാണ്, നിങ്ങൾ ഏതെങ്കിലും ബിസിനസ് പ്ലാന് ഇത്രയും വാല്യൂ ഉള്ള ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യാണ്. ഇങ്ങനെ ഒരു പ്ലാൻ ഇന്ന് ഇന്ത്യയിലേക്ക് കാണാൻ ഉണ്ടാവില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾ എന്തുകൊണ്ടാ വെച്ചാൽ ഒരു ദിവസം 100 PV മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 5940 രാവിലെ വൈകുന്നേരം 11850. ഒരു ദിവസത്തെ വരുമാനം 29480 രൂപ. ഒരു വർഷം 1 കോടിക്ക് മുകളിലാണ് വരുമാനം. ഇങ്ങനെ വാങ്ങുന്ന വരുമാനം നിങ്ങൾക്ക് 3 ലക്ഷം രൂപയാകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? തായ്ലൻഡിലേക്കോ അതല്ലെങ്കിൽ ദുബായിലേക്കോ ട്രിപ്പ് പോകാനുള്ള അവസരം. അതിന് സമയപരിധിയില്ല, ടാർഗറ്റില്ല, ഒന്നുമില്ല. നിങ്ങളുടെ വരുമാനം 3 ലക്ഷം രൂപയായാൽ മതി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പാക്കേജിന്റെ പിക്ചേഴ്സ് ആണ് ഇത്. 7500 3 അൾട്രാവർ കിട്ടും. അത് വാങ്ങി വിറ്റ് കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 12000 രൂപ കിട്ടും. 4000 രൂപയാണ് MRP. ആ 4800 അൾട്രാവറിയും മോർപ്പറും കിട്ടുന്ന സമയത്ത് 5,500 നിങ്ങൾക്ക് വിൽക്കാനുണ്ടാവും. വാട്ടർ എനർജി പേഡ് 5 കിട്ടുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് 2500 രൂപ 2000 രൂപക്ക് നിങ്ങൾക്ക് ഒരു വാട്ടർ എനർജി പേഡ് വിൽക്കാൻ പറ്റും. വിൽക്കണമെങ്കിൽ അങ്ങനെയും, ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. എല്ലാ പാക്കേജിന്റെ കൂടെയും നിങ്ങളുടെ ശരീരത്തിന്, നിങ്ങളുടെ കുടുംബത്തിനെ സംരക്ഷിക്കാൻ പറ്റുന്ന ന്യൂട്രീഷൻ പ്രൊഡക്റ്റുകൾ കൂടി നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുള്ളതാണ്. അത് റീറ്റെയിൽ ചെയ്യാനുള്ള അവസരവും നിങ്ങൾക്കുണ്ട്. ജോയിൻ ചെയ്ത അന്ന് മുതൽ നിങ്ങൾ ഒരു ബിസിനസ്സുകാരനായി മാറും. അത് റീറ്റെയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മുടക്കിയ തുക നേരെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് ആക്കിയിട്ട് എടുക്കാൻ സാധിക്കും.
13,500 കൊടുത്ത് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് 3 അൾട്രാ വരെ കിട്ടുമ്പോൾ 12,000 രൂപ സ്പോട്ടിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് പാക്കേജുകൾ ഉണ്ട്. ഈ പാക്കേജുകളൊക്കെ നിങ്ങൾ ആരാണ് ക്ഷണിച്ചത് അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. വാല്യൂ ആഡഡ് പാക്കേജ് എന്നാണ് പറയുക. 59,000 രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 ക്വാണ്ടിറ്റി പ്രീമിയം മാട്രസ് പാഡും 10 അൾട്രാ വറിയും 24 മോർ പവറും ഒരു സയന്റിഫിക് മാഗ്നറ്റിക് ഷൂവും കിട്ടും. ഏറ്റവും ചുരുങ്ങിയത് 60,000 രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാനും 300 PVക്ക് 12,120 രൂപ കമ്പനിയിൽ നിന്ന് വരുമാനം നേടാൻ സാധിക്കും. മാച്ചിങ് ഉണ്ടെങ്കിൽ ഫാമിലി ബോണസ് എക്സ്ട്രയും കിട്ടും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഇനി ഈ ഒരു ലോകത്തിൽ എനിക്ക് കിട്ടാനുണ്ടാവില്ല എന്നുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. ഏറ്റവും ഈസിയായി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന തരത്തിലേക്ക് പോവുക. ഈ പ്ലാനൊക്കെ കേൾക്കുമ്പോൾ പുതിയ ആളുകൾക്ക് കൺഫ്യൂഷൻ ആകുന്നതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ഒന്നും പറയാത്തത്. 13 PV മാച്ച് ചെയ്താൽ മാച്ച് ചെയ്യണ്ട. 13 PVയുടെ ഒരു സെയിൽ എടുത്തു കഴിഞ്ഞാൽ 525 രൂപ കമ്മീഷൻ. ഓക്കെ, 100 PVയുടെ ഒരു സെയിലാണ് എടുക്കുന്നത് 440 സ്പോട്ട് കിട്ടും. അതിന് മാച്ചിങ്ങിന്റെ ആവശ്യമില്ല. എപ്പോഴാണോ നിങ്ങൾ സെയിൽസ് വെക്കുന്നത് 3-ാമത്തെ ദിവസം കഴിഞ്ഞ് 4-ാമത്തെ ദിവസം അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ചെയ്യും. 1000 PVയുടെ സെയിൽ ഇന്ന് നിങ്ങൾ എൻട്രി അടിക്കുകയാണെങ്കിൽ 40,400 രൂപ ഇന്ന് ഉണ്ടാക്കാൻ പറ്റും. നോ മാച്ചിങ്, നോ ടൈം ലിമിറ്റ്, അൺലിമിറ്റഡ് ഡയറക്റ്റ് ബൂസ്റ്റർ ബോണസ്. ഇനി ഒരാൾ ജോയിൻ ചെയ്തു, 4,800 6,000 രൂപ കൊടുത്ത് ജോയിൻ ചെയ്തു. അദ്ദേഹത്തിന്റെ ക്രൈറ്റീരിയ 50-100 PV മാച്ച് ചെയ്യുന്നത് 7 ദിവസത്തിനുള്ളിലാണെങ്കിൽ ഒരു പ്രീമിയം മാട്രസ് പാഡ് 3,800 രൂപക്കും ഒരു സൂപ്പർ ഡീലക്സ് മാട്രസ് പാഡ് 2,900 അദ്ദേഹത്തിന് വാങ്ങിച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. വളരെ ഈസിയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഏറ്റവും കൂടുതൽ 1,00,000 രൂപക്ക് താഴെ വരുമാനം കിട്ടിയ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കൊടുക്കുന്ന ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ പേര് ഇബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ്. 100 PV 10 ദിവസത്തിൽ ഏതെങ്കിലും 5 ദിവസം രാവിലെയും വൈകുന്നേരം കട്ട് ഓഫിൽ സെയിൽസ് ഉണ്ടെങ്കിൽ അത് 100 PV ആണ് മാച്ച് ചെയ്യുന്നതെങ്കിൽ 15,000. ഒരു PVക്ക് 15 രൂപ നിരക്കിൽ നിങ്ങൾക്ക് കിട്ടും. അത് 13 ആണെങ്കിൽ 1,750 കിട്ടും. 25 ആണെങ്കിൽ 3,500 കിട്ടും. എന്ന് വെച്ചാൽ ഫീൽഡ് വർക്ക് ബോണസ്. ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന ആളുകൾക്ക് വരുമാനം കൊടുക്കുന്ന ഒരു കമ്പനി. അടുത്ത ടീം റീപർച്ചേസ് ബോണസ് ഉണ്ട്. നമുക്ക് നല്ലൊരു കസ്റ്റമർ ഡാറ്റാബേസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കാണുന്ന കാറ്റഗറിയിൽ ഉൽപ്പന്നങ്ങൾ ഇറങ്ങാൻ പോകുന്നു. ഇത് വരാൻ പോകുന്ന ഈ 2-3 മാസത്തിനുള്ളിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ പോകുന്ന ഓൺലൈനിലും ഓഫ്ലൈനിലും മാർക്കറ്റ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റിന്റെ കാറ്റഗറിയാണ്. ഇതൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒരു PV മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 630 രൂപയാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ വരുമാനം. ഒരു 100 PV മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 63,000. അതിന് ക്യാപ്പിംഗ് ലിമിറ്റ് കൊടുത്തിരിക്കുന്ന കമ്പനി 3,500 PV ആണ്. 2-3 വർഷം കൊണ്ട് നമുക്ക് ഒരു 3,500 PV മാച്ച് ചെയ്യുന്ന തരത്തിലേക്ക് ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തെ വരുമാനം 160 കോടിക്ക് മുകളിലാണ്. ഇത് കേൾക്കുന്ന സമയത്ത് പുതിയ ആളുകൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്നതുകൊണ്ട് തൽക്കാലം ഒരു PV മാച്ച് ചെയ്താൽ 630 രൂപ കിട്ടും. 10 PV മാച്ച് ചെയ്താൽ 6,300 കിട്ടും. 100 PV മാച്ച് ചെയ്താൽ 63,000 കിട്ടും. അത് നമുക്ക് എന്താ വേണ്ടത്? ടീം വേണം, കസ്റ്റമേഴ്സ് വേണം. നമ്മുടെ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുന്ന ഒരു കൂട്ടം കസ്റ്റമേഴ്സ് നമ്മുടെ നാട്ടിലും നമ്മുടെ ജില്ലയിലും ജില്ലക്ക് പുറത്തും ഉണ്ടായാൽ മതി. അങ്ങനെ ഒരു PV മിനിമം റീപർച്ചേസ് ആളുകളുടെ ഒരു ക്ലബിലേക്ക് മാറ്റി റീപർച്ചേസിന്റെ ടേൺ ഓവറിന്റെ ഒരു നിശ്ചിത പെർസെന്റേജ് ഒരു റോയൽറ്റി ഇൻകം പോലെ നമുക്ക് തരുന്ന ഒരു കമ്പനി. സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ലീഡർഷിപ്പിലേക്ക് വന്നുകൊണ്ട് ടീമിനെ ബിൽഡ് ചെയ്ത് 50 ലക്ഷം രൂപക്ക് മുകളിൽ വരുമാനം നേടുന്ന ആളുകൾക്ക് റീപർച്ചേസ് പ്രൊഡക്റ്റ് പ്രോഫിറ്റിന്റെ 25% റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിൽ അതിന്റെ പേര് ഇബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സൂപ്പർ അവയർനെസ് ബോണസ് ഒരു മാച്ചിങ് PV 850, സൂപ്പർ ഫാമിലി ബോണസ് ഒരു മാച്ചിങ് PVക്ക് 59 രൂപ 40 പൈസയും, ബൂസ്റ്റർ ബോണസ് ഒരു PVക്ക് 40 രൂപ 40 പൈസയും, റീപർച്ചേസ് ബോണസ് ഒരു മാച്ചിങ് PVക്ക് 630 രൂപയും കൊടുക്കുന്ന ഒരു കമ്പനിയുടെ ഇൻകം പ്ലാൻ അല്ലെങ്കിൽ ബിസിനസ് മീറ്റിലാണ് നിങ്ങൾ ഇപ്പോ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കേട്ടത് നിങ്ങളാണ്. പണ്ടൊരു മനുഷ്യൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേട്ടു. എറണാകുളം സ്വദേശി മനോജ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ കഥയൊക്കെ അദ്ദേഹം തന്നെ പറയും. പക്ഷെ എനിക്ക് പറയാനുള്ളത് 4 വർഷം കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ 4 കോടി രൂപയോളം വരുമാനം നേടാൻ അദ്ദേഹത്തിന് ഈ ഒരു ഇൻഡസ്ട്രിയിലൂടെ സാധിച്ചു. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഇബയോട്ടോറിയത്തിന്റെ ക്രോർപതി എന്ന് പറയുന്ന ഒരിക്കലും ഒരാൾക്കും ഇനി തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു റെക്കോർഡുള്ള മനുഷ്യൻ. അദ്ദേഹം കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി. ആ പ്രസ്ഥാനത്തിന്റെ സൂം പ്രോഗ്രാമിലാണ് നിങ്ങളുള്ളത്. തൊട്ട് പിന്നാലെ എറണാകുളം സ്വദേശി ഡാനി സാർ 1 കോടിക്ക് മുകളിൽ വരുമാനം നേടി. 1 കോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. 85 ലക്ഷത്തിന് മുകളിൽ വരുമാനം നേടിയ കോഴിക്കോട് സ്വദേശി ഷാജി സാറും നമ്മുടെ പ്രിയങ്കരനായ ബെന്നി സാറും അടങ്ങുന്ന ഒരു കൂട്ടം ലീഡേഴ്സ്
നയിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റി. കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റിയാണ് കേരളത്തിൽ ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഒരു കമ്പനിയെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട ഏതോ ഒരാൾ, നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളാണ് നിങ്ങളെ ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചത്. ഈ അവസരം നിങ്ങളെ തേടി വന്നു. ഓപ്പർച്യൂണിറ്റി ഈസ് കോളിംഗ് യു. നിങ്ങൾക്ക് വേണമെങ്കിൽ റിജക്ട് ചെയ്യാം, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം. ചോയ്സ് നിങ്ങളതാണ്. ഇതുവരെയുള്ള ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും റിസൾട്ടുകളും ഒക്കെ നമ്മുടെ ചോയ്സുകളായിരുന്നു. എന്നെ പോലെ ഇതിൽ ആയിരക്കണക്കിന് ആളുകൾ, തുടക്കക്കാരായ ആളുകൾ മുതൽ ഏറ്റവും കൂടുതൽ 4 കോടി വരെ വരുമാനം നേടിയ ആളുകൾ കേരളത്തിൽ തന്നെ ഉള്ള സമയത്ത് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് മനസ്സിലാക്കാനും ആ ഓപ്പർച്യൂണിറ്റി ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, സർവശക്തൻ നിങ്ങൾക്ക് ഈ ഒരു ദിവസം നല്ലത് ചിന്തിക്കാൻ തുണയേകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു ഓൾ. ഇത്രയും സമയം ഈ ഒരു പ്രോഗ്രാമിൽ എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച് സാർ. ഞാൻ ഈ സാറിന്റെ പ്രസന്റേഷൻ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ, ആദ്യമായിട്ട് ഈ സൂം പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് വരുന്ന 1 മണിക്കൂർ സമയം തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അസറ്റ് ആയിരിക്കും. കാരണം മാഗ്നറ്റിക് തെറാപ്പിയിൽ ഡിപ്ലോമ എടുത്ത ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട മനീഷ് സാറ്. വളരെ സുന്ദരമായി കഴിഞ്ഞ 1 മണിക്കൂർ സമയം നമ്മളുമായിട്ട് സംവദിക്കുകയായിരുന്നു. ഒരുപക്ഷെ നമ്മൾ ജീവിതത്തിൽ കേൾക്കാത്ത പല കാര്യങ്ങളുമാണ് ഇന്നത്തെ ആ ഒരു സൂം പ്രോഗ്രാമിലൂടെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നമുക്ക് വേണ്ടി ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത് കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റിയാണ്. കേരളം ബയോട്ടോറിയം കമ്മ്യൂണിറ്റിയുടെ അമരത്ത് നിൽക്കുന്ന നമ്മുടെ ഒരു ഗ്രേറ്റ് ലീഡറുണ്ട്. സാറിന്റെ പ്രസന്റേഷനിൽ പരിചയപ്പെടുത്തി. അത് മറ്റാരുമല്ല, തൃപ്പൂണിത്തുറക്കാരനായ ബയോട്ടോറിയത്തിന്റെ ഗ്രേറ്റ് ലെജൻഡ്, അതായത് പുതിയ ഹിസ്റ്ററി ബ്രേക്കർ എന്ന് വേണമെങ്കിൽ പറയാം. 4 കോടി വാങ്ങിക്കൊണ്ട് ഈ ഒരു പ്രൊജക്ടിനെ ഒരു വ്യവസായ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ പുറത്ത്, ഇന്ത്യക്ക് പുറത്തേക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡറായിട്ടുള്ള, നമ്മുടെ ഗ്രേറ്റ് മെന്ററായിട്ടുള്ള പ്രിയപ്പെട്ട മനോജ് സാർ തൃപ്പൂണിത്തുറയാണ്. സാറാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മനോജ് സാറിനെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഏറ്റവും ആത്മാർത്ഥമായി ക്ഷണിക്കുകയാണ്. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ജയ്മൻ സാർ. ഗുഡ് ഈവനിങ് ലീഡേഴ്സ്. വളരെ വിലപ്പെട്ട സമയം ചെലവഴിച്ചുകൊണ്ട് ഇത്രയും നേരം ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സ്വകാര്യ അഹങ്കാരമായ മനീഷ് സാറാണ് നമ്മളോട് ഇത്ര നേരം സംവദിച്ചത്. എന്താണ് മാഗ്നറ്റിസം, എന്താണ് മാഗ്നറ്റിക് തെറാപ്പി എന്നതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്, അറിവുണ്ട്. അദ്ദേഹം ഓൾറെഡി ഇതിനകത്ത് ഡിപ്ലോമ ഹോൾഡറാണ്. ഇപ്പൊ മാഗ്നറ്റിക് തെറാപ്പിയെ കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായി സൂചിപ്പിച്ചു കഴിഞ്ഞു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ച്, ഇന്ത്യയിൽ ആയുഷ് മിനിസ്ട്രി അംഗീകരിച്ചതും, അതേപോലെ തന്നെ നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ന് വരെയും ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾക്കും സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്, ആ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെട്ട കമ്പനിയുടെ പേരാണ് ഈ ബയോട്ടോറിയം. ആ കമ്പനിയുടെ MD-യുടെ പേരാണ് ഡോക്ടർ സാഗർ ജോഷി. ഓരോ ബയോട്ടോറിയംസിനും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ധന്യ മുഹൂർത്തമാണ് സുഹൃത്തുക്കളെ ഈ നമ്മുടെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്. ഇന്ന് വരെയും ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഒരു കമ്പനിക്കും സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിലുള്ള വളർച്ചാ നിരക്ക് കാണിച്ചുകൊണ്ട് നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിക്കൊണ്ട് ഇല്ലേ, അതെല്ലാം ഇവിടെ മനീഷ് സാർ സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് നമ്മളെല്ലാം നിൽക്കുന്നത് തികച്ചും അഭിമാനകരമായ, അല്ലെങ്കിൽ അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. അതാണ് അതിന്റെ ഡെപ്തിനെ കുറിച്ച് പറയാനുള്ളത്. നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുണ്ട്. ഇത് ഉപയോഗിക്കുന്ന, ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നത് ഇന്ത്യയിലെ VVIPs ആണ്. നിരവധി അല്ലെ മുഖ്യമന്ത്രിമാർ, ഇന്ത്യയിലെ പല സ്റ്റേറ്റിലെയും മുഖ്യമന്ത്രിമാർ മുതൽ ഇങ്ങോട്ട്, സ്റ്റേറ്റ് മന്ത്രിമാർ ഇങ്ങോട്ട്, കേന്ദ്ര മന്ത്രിമാർ മുതൽ ഇങ്ങോട്ട്, സംസ്ഥാന മന്ത്രിമാർ മുതൽ ഇങ്ങോട്ട് നിരവധി ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ, അതുപോലെ തന്നെ നമ്മളെ പോലുള്ള സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ്. നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത അകത്തൊന്നും കഴിക്കാതെ തന്നെ എക്സ്റ്റേണൽ യൂസിലൂടെ നമ്മുടെ 78 ഓർഗൻസിനെയും അത് ആക്ടിവേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് മനീഷ് സാർ ഇവിടെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് പ്രൊഡക്റ്റിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. ഇത് ഉപയോഗിച്ച് നിരവധി റിസൾട്ട് കിട്ടിയ ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും നിരവധി വർഷങ്ങളായിട്ട് BP-ക്കും ഷുഗറിനും മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. കേവലം 4-5 മാസം കൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് റിവേഴ്സിലേക്ക് കൊണ്ടുവരാൻ, മരുന്ന് സ്റ്റോപ്പ് ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ്. എന്റെ വീട്ടിൽ എന്റെ വൈഫിനെ സംബന്ധിച്ചിടത്തോളം യൂട്രസിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. യൂട്രസ് റിമൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് ഡോക്ടേഴ്സ്.
പല പല ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ അത് റിമൂവ് ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഇന്നും യൂട്രസ് റിമൂവ് ചെയ്യാതെ മുന്നോട്ട് പോവുകയാണ്. ഡോക്ടേഴ്സ് പറഞ്ഞു ഇപ്പൊ അതിന്റെ ആവശ്യമില്ല എന്ന് പുതിയ ടെസ്റ്റ് നടത്തിയപ്പോ പറയുകയുണ്ടായി. നോക്കണം നമ്മൾ. അങ്ങനെ എത്രയെത്ര റിസൾട്ടുകളാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. അതുകൊണ്ട് ജനഹൃദയങ്ങൾ നെഞ്ചേറ്റിയ പ്രസ്ഥാനമാണ് ഈ ബയോട്ടോറിയം എന്ന് പറയുന്നത്. ആര് വിചാരിച്ചാലും ജനഹൃദയങ്ങളിൽ നിന്ന് ബയോട്ടോറിയത്തെ പറിച്ചു മാറ്റാൻ പറ്റില്ല. അത്രയും അതിശക്തമായിട്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഗ്രാമാന്തരങ്ങളിൽ ജനലക്ഷങ്ങൾ ഏറ്റെടുത്ത ഈ മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗമാകുക എന്ന് പറയുന്നത് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ പറ്റുന്ന മുഹൂർത്തമാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ഇന്ത്യയിൽ നിരവധി വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള കമ്പനികളുണ്ട്. എല്ലാ കമ്പനികളും നല്ലതാണ്, ഒരു കമ്പനിയും മോശമില്ല. പക്ഷെ ആ കമ്പനികളെല്ലാം പിന്നിലാക്കിക്കൊണ്ട് കേവലം 5 വർഷം കൊണ്ട് 13ാമത്തെ റാങ്കിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. ഇതേ പോക്ക് പോവുകയാണെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ ബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി ആയിരിക്കും. ഒരു സംശയവും വേണ്ട, ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി ആയിരിക്കും. ഫാസ്റ്റസ്റ്റ് കരോർപതി മേക്കിംഗ് കമ്പനി അശോക സ്തംഭ അവാർഡ് കിട്ടിയ ഇന്ത്യയിലെ ഒരേ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് ഈ ബയോട്ടോറിയം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 300-ലധികം കോടീശ്വരന്മാരെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഈ ഇൻകം പ്ലാനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളെ പ്രൊഡക്റ്റ് മിറാക്കിളാണ്. അത്ഭുതകരമായ റിസൾട്ട് തരുന്നതോടൊപ്പം ഇത് നെഞ്ചിലേറ്റി നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി തയ്യാറാണെങ്കിൽ, ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ സെയിൽ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഈ അവസരത്തെ കുറിച്ച് നിങ്ങൾ ഷെയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ വലിയ ഹ്യൂജ് ഇൻകം ഫാസ്റ്റ് ആയിട്ട് നേടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻകം പ്ലാൻ ആണ് ബയോട്ടോറിയത്തിന്റെ. ബയോട്ടോറിയത്തിന്റെ ഇൻകം പ്ലാൻ ആർക്കും കോപ്പി അടിക്കാൻ പറ്റില്ല. കോപ്പി അടിച്ചവരെല്ലാം കുറച്ച് നാൾ കഴിയുമ്പോൾ അത് നിർത്തി വെച്ചിട്ടുണ്ട്, കൊടുക്കാൻ പറ്റില്ല. കാരണം അതാണ് ബയോട്ടോറിയത്തിന്റെ മാജിക് എന്ന് പറയുന്നത്. അതാണ് സാഗർ ജോഷി സാറിന്റെ മാജിക് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഓൺ പ്രൊഡക്റ്റ് ആണ്, ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റിൽ വെച്ച് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ. ഓൺ സോഫ്റ്റ്വെയർ ആണ്, സോഫ്റ്റ്വെയർ പ്രശ്നങ്ങളൊന്നുമില്ല. പല കമ്പനിയിലും സോഫ്റ്റ്വെയറിന്റെ പ്രശ്നങ്ങളാണ് ഇല്ലേ, പലർക്കും അറിയാം. നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ എന്ന് പറഞ്ഞിങ്ങനെ നടക്കുന്ന പല കമ്പനികളെ കുറിച്ച് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതാണ് നമ്മുടെ ഓൺ സോഫ്റ്റ്വെയറും ഓൺ പ്രൊഡക്റ്റും ഓൺ ഓഫീസുകളും ഇല്ലേ. ഇന്ത്യയിൽ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്കും ഇല്ലാത്ത രീതിയിലുള്ള ഓഫീസ് സമുച്ചയങ്ങളാണ് നമുക്കുള്ളത്. ഇപ്പൊ മിറാ റോഡിലുള്ള ഓഫീസ് അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ പുതിയ ഓഫീസിലേക്ക് കമ്പനി മാറുകയാണ്. ഇവിടെ സൗകര്യം കുറവായതുകൊണ്ട് 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ 7 നില ബിൽഡിംഗ് കമ്പനി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ ഇന്റീരിയർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഓഫീസ് വിസിറ്റ് ചെയ്ത് നമ്മുടെ കോർ ലീഡേഴ്സിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ പുതിയ ഓഫീസൊക്കെ വിസിറ്റ് ചെയ്ത് വന്ന ഒരാളാണ്. നമുക്ക് അഭിമാനിക്കാൻ പറ്റും എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അത്രയും സ്ട്രോങ് ആയ ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ സാഗർ ജോഷി സാറിന്റെ ഇല്ലേ പിറന്നാൾ സമ്മാനമായിട്ട് ഈ ജനുവരി 2-ാം തീയതി മുതൽ ഇംപ്ലിമെന്റ് ചെയ്ത ബൂസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിലുള്ള ബൂസ്റ്റർ ബോണസ്. ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇല്ലേ സെയിൽ ചെയ്താൽ ഓൺ ദ സ്പോട്ടിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമാനം വരുന്നു. ഒരു മാച്ചിങ്ങും ഇവിടെ ആവശ്യമില്ല, ഒരു മാച്ചിങ്ങും ആവശ്യമില്ല. ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇല്ലേ അടുത്ത പേഔട്ട് എപ്പോഴാണോ അന്നേ ദിവസം നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നു. 25 PV ആണെങ്കിൽ 1010 രൂപ കിട്ടും. 50 PVയുടെ പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ 2020 രൂപ കിട്ടും. 100 PVയുടെ പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ 4040 രൂപ കിട്ടും. ഈ രീതിയിലുള്ള ഫാസ്റ്റ് ആയിട്ട് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്ന, പണിയെടുക്കുന്നവർക്ക് നിറയെ വാരിക്കോരി കാശ് കൊടുക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കമ്പനി ഈ ബയോട്ടോറിയം. നമുക്ക് അഭിമാനത്തോടെ പറയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് അത്രയും അതിശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് ഫാമിലി ബോണസ് എന്ന് പറയുന്ന ഒരു ഇൻകം ആണ് ഇതിനെ വെറൈറ്റി ആക്കിയത്. ബയോട്ടോറിയത്തിന്റെ പ്രത്യേകത എപ്പോഴും ട്രെൻഡ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഒരു കമ്പനിയാണ്. കൊറോണ സമയത്ത് എല്ലാ കമ്പനികളും അടച്ചുപൂട്ടിയപ്പോ, എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിയപ്പോ ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഈ ബയോട്ടോറിയം എന്ന് പറയുന്നത് ഇല്ലേ. കൊറോണ സമയത്ത് എല്ലാം ഇല്ലേ ഭാര്യ ഭർത്താവിനെ പോലും നോക്കാതെ, ഭർത്താവ് ഭാര്യയെ തിരിഞ്ഞു നോക്കാതെ മാറി ഇല്ലേ നിന്ന സമയത്ത് ഇന്ത്യൻ ജനഹൃദയങ്ങളിൽ ആവേശമായിട്ട് അവർക്ക് ആരോഗ്യവും സമ്പത്തും വാരിക്കോരി കൊടുത്തുകൊണ്ട് ഓപ്പൺ ചെയ്ത കമ്പനിയാണ് ബയോട്ടോറിയം. ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനിയാണ് ഈ ബയോട്ടോറിയം എന്ന് പറയുന്നത്. അങ്ങനെ മാർക്കറ്റിംഗ് പ്ലാനിലും കമ്പനി എന്ത് ചെയ്തു, ഫാമിലി ബോണസ് എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്നപ്പോൾ ആളുകൾ മുഴുവൻ ഞെട്ടി. വെറും 100 PV മാച്ച് ചെയ്താൽ ഇല്ലേ 5025 രൂപയാണെന്ന് കിട്ടിയത്. 5025 രൂപ 100 PV മാച്ച് ചെയ്താൽ 5025 രൂപ. ആ 5025 രൂപ പ്ലാൻ വെച്ചിട്ടാണ് എന്നെ പോലുള്ള വെറും സാധാരണക്കാരൻ, എന്റെ അവസ്ഥ എല്ലാവരും ഓർക്കാം ഇല്ലേ. പല ബിസിനസ് തകർന്ന തരിപ്പണമായിട്ട് 22 വർഷമായിട്ട് വാടക വീട്ടിൽ ജീവിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. വാടക വീട്ടില് മുന്നിലേക്ക് ചോദ്യം ഉണ്ടായിരുന്നു, ചോദ്യചിഹ്നം മാത്രമേ ഉണ്ടായിരുന്നു, ഇരുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുന്നിൽ, പ്രകാശം ഉണ്ടായിരുന്നില്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ. എല്ലാം തകർന്നിരുന്നു.
പലപ്പോഴും ആത്മഹത്യയെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ദൈവം എന്ന് പറയുന്നത് ചെറിയ ആളല്ല. നിങ്ങളെ തളർത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇരുട്ട് തന്നിട്ടുണ്ടെങ്കിൽ വലിയ പ്രകാശം ആ ദൈവം നിങ്ങളിലേക്ക് കോരിച്ചൊരിയും. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കാൻ, സത്യസന്ധതയോടെ കാത്തിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾക്ക് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് വിജയിക്കാനുള്ള ഒരേ ഒരു മാർഗമാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഈ ഡയറക്ട് സെല്ലിംഗ് മുറുകെ പിടിച്ച ഏതൊരു സാധാരണക്കാരനും അസാധാരണക്കാരനായി മാറാൻ പറ്റും. ഇത് ലീഗൽ ഇൻഡസ്ട്രിയാണ്. പറഞ്ഞൂടെ മിനീഷ് സാർ ഇല്ലേ? ലീഗൽ ഇൻഡസ്ട്രിയാണിത്. സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും അംഗീകരിച്ച ഒരു ലീഗൽ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ വരുന്നത്. ഇതിന്ന് സ്കൂളുകൾ, കോളേജുകളിലും കുട്ടികൾക്ക് പാഠ്യവിഷയമാണ്. പഴയ കാലമല്ല. പഴയ കാലത്ത് പലതും നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും നടന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏത് പ്രൊഫഷണലുകൾക്കും കടന്നു വരാൻ വേണ്ടി സാധിക്കുന്ന, ഭാവിയിൽ നമ്മുടെ കുട്ടികളും, സാധാരണക്കാരന്റെ കുട്ടികളും, പണക്കാരന്റെ കുട്ടികളും, സെലിബ്രിറ്റീസിന്റെ കുട്ടികളും, ബിസിനസ്സുകാരന്റെ കുട്ടികളും സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അല്ലാതെ വേറെ എന്ത് മാർഗമുണ്ട് ഇവിടെ വരുമാനം ഉണ്ടാക്കാൻ? നമുക്കറിയാം, ഇവിടെ ജോലി സ്ഥിരതയെ കുറിച്ച് എല്ലാവർക്കും അറിയാം. AI കടന്നുകയറ്റം ഇല്ലേ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നിട്ട് ഡ്രൈവർ ഇല്ലാത്ത കാറുകളാണ് വരാൻ വേണ്ടി പോകുന്നത്. അധ്യാപകരുടെ ആവശ്യമില്ല, ആശുപത്രികളിൽ ഡോക്ടേഴ്സിന്റെ ആവശ്യമില്ല. ഈ രീതിയിലേക്കുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തൊഴിലവസരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള അവസരത്തിലാണ് സുഹൃത്തുക്കളെ ഡയറക്ട് സെല്ലിംഗിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് ഇവിടെ ഒരു മുതൽ മുടക്കുമില്ലാതെ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുമ്പോൾ, അത് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് റിസൾട്ട് എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ഒരു ആവേശം ഉണ്ടാകും. അത് നമ്മൾക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനുള്ള ഒരു നല്ല സന്മനസ് നിങ്ങൾക്കുണ്ടെങ്കിൽ വലിയ വിപ്ലവം നമുക്ക് ഇവിടെ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. വലിയ വരുമാനത്തിലേക്ക് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് എത്താൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഇതിന്റെ പ്ലാൻ കേട്ടപ്പോ ഊണില്ലാതെ, ഉറക്കമില്ലാതെ എനിക്ക് കിട്ടിയ റിസൾട്ട് ഞാൻ നിരവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തപ്പോ കളിയാക്കാനും, പുച്ഛിക്കാനും, ഇല്ലേ, കുറ്റപ്പെടുത്താനും, ഒറ്റപ്പെടുത്താനുമാണ് ആളുകൾ ഉണ്ടായിരുന്നത്. അവരുടെ മുമ്പിലൊന്നും പതറാതെ, മനസ്സിലായ, പതറാതെ ആവേശത്തോട് കൂടിയിട്ട് ആരെതിർത്താലും, ആര് തകർക്കാൻ വന്നാലും നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചുയരാനുള്ള ഒരു മനസ്സും ആവേശവും ഒരു മനോഭാവവും നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. മലമുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി അത് അറബിക്കടലിൽ ചെന്ന് പതിക്കും, അല്ലെ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഗരത്തിൽ ചെന്ന് പതിച്ചേ പറ്റുള്ളൂ അതിന്. അത് തിരിച്ച് ആ മലമുകളിലേക്ക് ഒഴുകിപ്പോയ ചരിത്രമില്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ അടിയുറച്ചൊരു തീരുമാനം എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ശക്തമായിട്ട് ഇതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ തയ്യാറാകണം. മാറി മാറി പല കമ്പനികളിലേക്കും, ഇല്ലേ, മങ്കി സിൻഡ്രം ബാധിച്ചു പോയാൽ ഒന്നും വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല. സ്ട്രോങ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ഈ ബയോട്ടോറിയം, ഒരു സംശയവും വേണ്ട. ഈ പുതിയ ബൂസ്റ്റർ പ്ലാൻ കൂടി വന്നതോട് കൂടിയിട്ട് നമ്മുടെ ഇൻകം എത്ര മടങ്ങ് വർദ്ധിച്ചു നിങ്ങൾ നോക്കിയാൽ മതി. 5025 രൂപ അന്ന് ഫാമിലി ബോണസ് കിട്ടിയ അവസരത്തിൽ ഈ പ്ലാൻ പഠിച്ചിട്ട് അങ്ങ് ഇറങ്ങിയപ്പോ എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഊണില്ലാതെ, ഉറക്കമില്ലാതെ, വിശ്രമമില്ലാതെ നമ്മുടെ മനസ്സിലും, ഇല്ലെ, ശരീരത്തിലും ഒക്കെ ബയോട്ടോറിയം നിറച്ചുകൊണ്ട് ഓടിയപ്പോ 10 മാസം കൊണ്ട് 1 കോടി രൂപ ഈ സാധാരണക്കാരനെ എനിക്ക് നേടാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. അത് നിങ്ങൾക്കും സാധിക്കും. ഇന്ന് വളരെ വേഗത്തിൽ സാധിക്കുന്നുള്ളതാണ്. ഇന്ന് നമ്മൾ 100 BV ബിസിനസ് ഇന്ന് ചെയ്യുകയാണെങ്കിൽ അന്ന് 5025 രൂപയാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് 100 BV ബിസിനസ് എടുക്കുകയാണെങ്കിൽ ഇന്ന് കിട്ടുന്നത് 15,000 രൂപയാണ്, 14,900 രൂപയാണ്. അപ്പൊ എത്ര മടങ്ങായി? 5025 എന്നുള്ളത്, ഇല്ലേ, 15,000 രൂപ എന്ന് പറഞ്ഞാൽ 3 ഇരട്ടി വരുമാനം. എല്ലാ കമ്പനികളും വരുമാനം കുറക്കുന്ന മാന്ത്രിക വിദ്യ കാണിക്കുമ്പോൾ ബയോട്ടോറിയം സുഹൃത്തുക്കളെ കൂടുതൽ വരുമാനം ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്ക് വാരിക്കോരി കൊടുക്കുന്ന കമ്പനിയുടെ ഭാഗമാണ് നമ്മൾ. ആലോചിച്ച് നോക്കണം. ആ 5025 രൂപ വെച്ചിട്ട് 1 കോടി രൂപ 10 മാസം കൊണ്ട് നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ 15,000 രൂപയുടെ പ്ലാൻ വെച്ചുകൊണ്ട് നിങ്ങൾ പറക്കാൻ തയ്യാറുണ്ടെങ്കിൽ എത്ര കോടി നേടാൻ പറ്റും 1 വർഷം കൊണ്ട്, ഇല്ലേ? അതാണ് നമ്മുടെ ഈ ഇൻകം പ്ലാനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് പഠിക്കണം നന്നായിട്ട്. അപ്പൊ എല്ലാവർക്കും ഹ്യൂജ് ഇൻകം നേടാൻ വേണ്ടി സാധിക്കും. ഇത് വെറും മദർ ഇൻകം ആണ് പറഞ്ഞത്. നമ്മൾ ബയോട്ടോറിയത്തിൽ വന്നപ്പോൾ ഒരു സ്ലോഗൻ ഉണ്ടായിരുന്നു, തുടക്കക്കാർക്കെല്ലാം അറിയാം. 1 year 1 CR എന്നായിരുന്നു ആ മുദ്രാവാക്യം. 1 വർഷം കൊണ്ട് 1 കോടി നേടുക എന്നുള്ളതായിരുന്നു. അത് തന്നെ വലിയൊരു അത്ഭുതമായിരുന്നു ആളുകൾക്ക് അന്ന്, അല്ലെ? എന്നാൽ എന്റെ സുഹൃത്തുക്കളെ, ഇപ്പൊ നമ്മുടെ പുതിയ റീപർച്ചേസ് വന്നതോട് കൂടിയിട്ട് 1 വർഷം 160 കോടി. ഇതൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് വിശ്വാസം വരില്ല. ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണോ എന്ന് ചോദിക്കുക, അല്ലെ? 1 കോടി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നടക്കാൻ പോകുന്ന കാര്യമാണോ ഞാൻ ചിന്തിച്ചത്. പക്ഷെ അത് നേടാൻ പറ്റിയില്ലേ. അതുകൊണ്ട് ഇനിയിപ്പോ റീപർച്ചേസിൽ 1 വർഷം 160 കോടി നേടാൻ പറ്റും. നടക്കുവോ? നടക്കൂല എന്നുള്ള ആരും ചിന്ത, അല്ലെ? അതും നടക്കും. നിങ്ങൾ കണ്ടോളൂ. വളരെ സിമ്പിൾ ആണത്. 160 കോടി രൂപ എന്ത് ഈ ജീവിതത്തിൽ മുഴുവൻ പണിയെടുത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? 160 കോടി രൂപ പറ്റുമോ? 1 കോടി രൂപ ഉണ്ടാക്കണമെങ്കിൽ എത്ര കാലം പണിയെടുക്കണം, അല്ലെ? 30,000 രൂപ മാസം സേവ് ചെയ്താൽ 33 വർഷം പണിയെടുക്കണം സുഹൃത്തുക്കളെ. മനസ്സിലായ? 33 വർഷം പണിയെടുക്കണം.
മാസം 25,000 രൂപ വെച്ച് സേവ് ചെയ്യുകയാണെങ്കിൽ 33 വർഷം പണിയെടുത്താലേ 1 കോടി രൂപ ഉണ്ടാവുള്ളൂ. ഇപ്പൊ എനിക്ക് ഏകദേശം 4 കോടി രൂപയോളം അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. അതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾ 30 വർഷം, 40 വർഷം, 50 വർഷം അധ്വാനിക്കുന്നത് ഇവിടെ കൃത്യമായിട്ട് ടാർഗറ്റ് ഫോക്കസ് ചെയ്തു പോവുകയാണെങ്കിൽ 3, 4, 5 വർഷം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ അത് തിരിച്ചറിയാം നമ്മൾ ഇതിന്റെ പവറിനെ കുറിച്ചിട്ട്. അത്രയും വലിയൊരു പവർ. എപ്പോഴും നമുക്കറിയാം ഡയറക്ട് സെല്ലിങ്ങിന്റെ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് റീപർച്ചേസ് ആണ്. നമ്മളൊരു നല്ല ടീമിനെ ബിൽഡ് ചെയ്ത് വരുമ്പോ അല്ലേ, അതിന്റെ ഫ്രൂട്ട്സ് കിട്ടുന്നത് ഇതാ റീപർച്ചേസിൽ നിന്നാണ്. നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യുക. ടീമിനെ ബിൽഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ബോണസ് മാത്രമാണ് ഈ പറയുന്ന മദർ ഇൻകം എന്ന് പറയുന്നത്. നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യുക. ആ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്താൽ വളരെ സിമ്പിൾ ആയിട്ട് 1000 പേരുടെ ടീമിനെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു 10 പേരെ കൊണ്ടുവരിക, അവർക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കുക, അവർക്ക് വേണ്ടുന്ന എല്ലാ കോൺഫിഡൻസ് കൊടുക്കുക, പ്രൊഡക്റ്റ് ട്രെയിനിങ് കൊടുക്കുക, എല്ലാ ട്രെയിനിങ് കൊടുത്തിട്ട് അവരെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അത് 100 ആകാൻ വലിയ പണിയൊന്നുമില്ല. 100 പേരെ കൊണ്ടുവന്നാൽ അവർക്ക് അതിന് കൃത്യമായ ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇന്ന് കോട്ടയത്ത് BOP ആയിരുന്നു, ഇന്നലെ തൃശ്ശൂരായിരുന്നു. കൃത്യമായിട്ട് എല്ലാ പ്രദേശങ്ങളും ഉണ്ട്. നാളെ പണിമുടക്കായോണ്ടില്ല, മറ്റന്നാള് പെരുമ്പാവൂരാണ്, അത് കഴിഞ്ഞ് കൊട്ടാരക്കരയാണ്. എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ പ്രോഗ്രാം കൃത്യമായിട്ട് നടക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രോഗ്രാം സെന്ററിലേക്ക് വരിക, പഠിക്കുക, NDOPയിൽ വരിക, നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുക. അത് കഴിയുമ്പോഴേക്ക് നമ്മുടെ RTP ആണ്, റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം. 24, 25 തീയതികളിൽ പാലക്കാട് വെച്ച് നടക്കുക. ഇതിലൂടെ എങ്ങനെ നിങ്ങൾക്ക് ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും. ഒരു ഡോക്ടറുടെ, ഒരു എഞ്ചിനീയറുടെ അല്ലെ, ഒരു MBA കാരന്റെ, ഒരു ചാർട്ടേഡ് അക്കൗണ്ട് അല്ലെ, ഒരു IAS കാരൻ, ഒരു IPS കാരൻ അല്ലെ, ഒരു വൈറ്റ് കോളർ ജോബിലേക്ക് പോകുമ്പോൾ നമുക്കൊരു സ്ഥിര വരുമാനം കിട്ടുന്നു എന്നുള്ള ഒരു ചിന്താഗതി നമുക്കുണ്ട്. അതിനേക്കാൾ വലിയൊരു കരിയർ ഇവിടെ ബിൽഡ് ചെയ്തിട്ട് ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ ഒരു ദിവസം വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ റീപർച്ചേസ് എന്ന് പറഞ്ഞാൽ ഒരു മാസം ഇല്ലേ, ഒരു ദിവസം 44 ലക്ഷം രൂപ കിട്ടും റീപർച്ചേസിലൂടെ ഒരു ദിവസം. ഇതൊക്കെ ഇപ്പൊ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പരമ പുച്ഛമായിട്ട് തോന്നാം. എന്നാൽ 2030 ആവട്ടെ, ഒരു 5 വർഷം നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഈ കമ്പനിയുടെ കൂടെ നിൽക്കൂ. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ മക്കളോ പേരക്കുട്ടികളോ അന്ന് ഈ പറഞ്ഞ പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച് ജോലി നേടിയ കുട്ടികളാണെങ്കിൽ അവരുടെ വരുമാനം, ഒരു മാസത്തെ വരുമാനം എടുത്ത് നിങ്ങൾ നോക്കുമ്പോ 50,000 1 ലക്ഷത്തിൽ താഴെയായിരിക്കും മാസ വരുമാനം. എന്റെ കൂടെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മാസത്തെ വരുമാനം ചുരുങ്ങിയത് 10 ലക്ഷത്തിൽ മുകളിലായിരിക്കും. ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. 1000 പേരുടെ ടീമിനെ ബിൽഡ് ചെയ്താൽ പോലും റീപർച്ചേസിലൂടെ പ്രതിമാസം 6,30,000 രൂപ ഒരു 1 PV പർച്ചേസ് ചെയ്താൽ കിട്ടും. നിരവധി ഉൽപ്പന്നങ്ങൾ വരാൻ വേണ്ടി പോവാ. ഗ്രോസറി ഐറ്റംസ് A to Z. ഡയറക്റ്റ് ബയോട്ടോറിയത്തിലുള്ള ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം, ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങേണ്ടി വരില്ല. രാവിലെ പല്ല് തേക്കാനുള്ള പേസ്റ്റ് മുതൽ, കുളിക്കാനുള്ള സോപ്പ് മുതൽ, ഷാമ്പു മുതൽ, ടെക്സ്റ്റൈൽ ഐറ്റംസ് മുതൽ, ഗ്രോസറി ഐറ്റംസ് മുതൽ, ബ്യൂട്ടി കെയർ മുതൽ, എല്ലാ ഐറ്റംസും, കോസ്മെറ്റിക് ഐറ്റംസ് മുതൽ മുഴുവൻ നമ്മുടെ ലിങ്കിലൂടെ നമുക്ക് പർച്ചേസ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നല്ലൊരു കസ്റ്റമർ ഡാറ്റ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നല്ലൊരു കസ്റ്റമർ ഡാറ്റ നിങ്ങൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓരോരുത്തരും അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ അറിയാതെ പണം വരുന്നു. ഒരു ലുലു മാളിനേക്കാൾ വലിയൊരു ലുലു മാളിന്റെ ഉടമകളാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. ഒരു പണവും മുടക്കാതെ, മനസ്സിലായ, ഓരോ വർഷവും കോടികൾ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റും റീപർച്ചേസിലൂടെ. 160 കോടിയാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. നമ്മുടെ ഡയറക്റ്റ് റീപർച്ചേസിന്റെ പ്രത്യേകത ഒരു കമ്പനിക്കും ഇല്ലാത്ത ഒരു റീപർച്ചേസ് പ്ലാൻ ആണ്. സാധാരണ എല്ലാ കമ്പനിയുടെ റീപർച്ചേസ് പ്ലാൻ ഒരു മാസം കഴിയുമ്പോൾ അത് 0ലേക്ക്, 1-ാം തീയതി എല്ലാം 0 ആവും, വീണ്ടും 1 തുടങ്ങണം. 31-ാം തീയതി കഴിഞ്ഞു 1-ാം തീയതി 0 ആവും. പക്ഷെ നമ്മുടെ റീപർച്ചേസ് പ്ലാനിൽ പവർ ലൈൻ ക്യാരി ഫോർവേഡ് ആണ്. പവർ ലൈനിലുള്ള ആളുകൾ ബിസിനസ് ചെയ്യുന്നത് അത് അവിടെ ക്യാരി ഫോർവേഡ് ഇത് കിടന്നുള്ളൂ. മണി സെയിലുള്ള ആളുകൾ ബിസിനസ് ചെയ്യുമ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എമൗണ്ട് കിട്ടുന്നു. 1 രൂപ പോലും നമ്മുടെ നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ബയോട്ടോറിയത്തിന്റെ റീപർച്ചേസിന്റെ പ്ലാനിന്റെ മനോഹാരിത എന്നുള്ളതാണ്. ഇത് തിരിച്ചറിയണം നമ്മൾ. ഇപ്പൊ 100% പണിയെടുക്കുന്ന ആൾക്ക് 160 കോടി രൂപ വരെ നേടാനുള്ള അവസരം കൂടിയുണ്ട്. വേണ്ട, നിങ്ങളൊരു 10% പണിയെടുക്ക്. 10% പണിയെടുക്ക്. 10% പണിയെടുത്തൂടെ? 10% പണിയെടുത്ത് എത്ര കിട്ടും? 16 കോടി രൂപ ഒരു വർഷം ഉണ്ടാക്കാം. ഇന്നും നാളെയും കൊണ്ടല്ല. ഈ 2026 തീരുമ്പോഴേക്കും നല്ലൊരു 1000 പേരുടെ ടീമിനെ നിങ്ങൾ ബിൽഡ് ചെയ്യും. 1000 പേരുടെ ടീമിനെ ബിൽഡ് ചെയ്യാനാണ് പണി. 1000 വന്നു കഴിഞ്ഞാൽ അത് 10,000 ആകാൻ വലിയ പണിയില്ല. 10,000 പേര് വന്നാൽ അത് 1 ലക്ഷമാകാൻ വലിയ പണിയില്ല. മനസ്സിലായ? അതുകൊണ്ട് ആദ്യം നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യണം. കുറച്ച് പ്രതിസന്ധികൾ ഉണ്ടാവും. അതിനെ തരണം ചെയ്യാനുള്ള ഒരു മനോഭാവം നിങ്ങൾക്ക് ഉണ്ടാകണം. അങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ 10% 16 കോടി വേണ്ട, 5% നിങ്ങൾ പണി ചെയ്യും.
5% പണിതാൽ പോലും 8 കോടി രൂപ ഒരു വർഷം നേടാൻ റീപർച്ചേസിലൂടെ സാധിക്കും. വേണ്ട നിങ്ങൾ 2.5% 2.5% അച്ചീവ് ചെയ്താൽ പോലും 4 കോടി രൂപ ഉണ്ടാവും എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഒരു വർഷം. ആർക്ക് കിട്ടുന്നുണ്ട് ഇവിടെ 4 കോടി രൂപ ഒരു വർഷം? നിങ്ങളുടെ നാട്ടിലുള്ള പ്രദേശത്തുള്ള ഏതെങ്കിലും ബിസിനസ്സുകാരന് 4 കോടി രൂപ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ ഒരു വർഷം? ഉണ്ടോ? ചിന്തിച്ചു നോക്കണം നിങ്ങൾ. ഈ രീതിയിലാണ് അതിന്റെ ഗ്രോത്ത്. 1% പണിതാൽ പോലും നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് 1,60,00,000 രൂപ ഒരു വർഷം. എന്ത് പണിക്ക് പോയാൽ കിട്ടും? എന്ത് പണിക്ക് പോയാൽ കിട്ടും? ഉത്തരവുണ്ടെങ്കിൽ പറയൂ ആരെങ്കിലും. 1,60,00,000 രൂപ ഒരു വർഷം കിട്ടിയാലും പോരെ? 1% ചെയ്താല് അത്രയും സ്ട്രോങ് ആയ ഒരു പ്ലാറ്റ്ഫോമിലാണ്. അതാണ് നമ്മുടെ ഇൻകം പ്ലാനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഉറച്ച് സ്നേഹത്തോടെ പറയുന്നു, നല്ല ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ പുതിയ പുതിയ ആളുകളെ ദിവസം കാണും. ഇതിന് വിജയിക്കാൻ ഒറ്റ മന്ത്രമേ ഉള്ളൂ, സീ മോർ പീപ്പിൾ, സീ മോർ പീപ്പിൾ, സീ മോർ പീപ്പിൾ. 5 പേർക്കെങ്കിലും ഞാൻ പ്ലാൻ കൊടുക്കാതെ ഒരു ദിവസം വീട്ടിൽ കയറി ഉറങ്ങില്ല എന്ന് നിങ്ങളോട് ശപഥം ചെയ്യണം. മനസ്സിലായ? അങ്ങനെ കൃത്യമായിട്ട് നോ ബോസ് ബിസിനസ് ആണ് ഡയറക്ട്. നിങ്ങളെ ചോദ്യം ചെയ്യാനോ ചോദിക്കാനോ ഒന്നും ആരും ഉണ്ടാവില്ല. നിങ്ങളോട് ചോദിക്കണം. ഏറ്റവും കൂടുതൽ നിങ്ങൾ സംസാരിക്കേണ്ടത് ആരോടായിരിക്കണം? നിങ്ങളോടായിരിക്കണം. നിങ്ങൾ സ്വയം സംസാരിക്കണം. ഞാൻ ഇന്ന് എന്ത് ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്താൽ മതിയോ ഇല്ലേ എന്ന് നിങ്ങൾ സ്വയം സംസാരിക്കണം എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അങ്ങനെ സംസാരിച്ച് മുന്നോട്ട് പോയിട്ട് നല്ലൊരു പ്ലാനിങ്ങോട് കൂടിയിട്ട് മുന്നോട്ട് പോവാണെങ്കിൽ ഒരു സംശയവും വേണ്ട. 2030 അവസാനിക്കുമ്പോഴേക്കും 160 കോടി രൂപ ഒരു വർഷം വരുമാനം പാകുന്ന നിരവധി പേരെ, അല്ലെങ്കിൽ ഓരോ മാസവും കോടികൾ വരുമാനം പാകുന്ന ആയിരക്കണക്കിന് ആളുകളെ ബയോടൂറിയത്തിലൂടെ നമ്മൾ സൃഷ്ടിച്ചെടുക്കും. ഒരു സംശയവും വേണ്ട. അതിന് വേണ്ടുന്ന എല്ലാ പ്രോഗ്രാമും നമ്മൾ സെറ്റ് ചെയ്തിട്ട് കട്ടക്ക് കൂടെ നിൽക്കുക എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഏതൊരു സാധാരണക്കാരനും വിജയിക്കാൻ പറ്റുന്ന വലിയൊരു അവസരമാണിത്. അതുകൊണ്ട് ഈ മാസം 24, 25 തീയതികളിൽ പാലക്കാട് നടക്കുന്ന RTPയിലേക്ക് മുഴുവൻ പേരും ആദ്യം ബുക്ക് ചെയ്യുന്ന 150 പേർക്ക് സീറ്റ് ഉള്ളൂ കേട്ടോ. 150, ഇപ്പൊ 75ഓളം പേരെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ബാക്കി 75 പേർക്കും കൂടെ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളെ ലീഡേഴ്സ് ആയിട്ട് ബന്ധപ്പെടുക. ഏറ്റവും പെട്ടെന്ന് ആ ടിക്കറ്റ് ബുക്ക് ചെയ്യാന്നുള്ള പറയാനുള്ളത്. അതുകൂടാതെ ഒരു ഓഫറും കൂടി കൊടുത്തിട്ടുണ്ട്. മാർച്ച് 11-ാം തീയതിക്കുള്ളിൽ 30 days ഇൻകം 1 ലക്ഷം രൂപ അച്ചീവ് ചെയ്യുന്ന ആൾക്ക് ഒരു മൂന്നാർ ട്രെയിനിങ് പ്രോഗ്രാമാണ്. 2 ദിവസത്തെ അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഗ്രാം. ഇത് കംപ്ലീറ്റ് ഫ്രീ ആണ് കേട്ടോ. പാലക്കാട് ട്രെയിനിങ്ങിന് മാത്രമേ 2000 രൂപയുള്ളൂ. മൂന്നാർ ട്രിപ്പ് നിങ്ങൾക്ക് ഫ്രീ. അവിടെ 2 ദിവസത്തെ അടിച്ചുപൊളിയുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം. 30 days ഇൻകം 1 ലക്ഷം രൂപ. ഒന്നുമില്ല ഇല്ലേ? 100 രൂപയുടെ ബിസിനസ് വെച്ചാൽ 15,000 രൂപയായി. 4 വെച്ചാൽ 30,000 രൂപയായി ഇല്ലേ? 6 വെച്ചാൽ 45,000 രൂപയായി ഇല്ലേ? 7 പേർ വെച്ചാൽ മതി. 14 ബിസിനസ് എടുത്താൽ 1 ലക്ഷത്തിന് മുകളിലായി വരുമാനം. അതുകൊണ്ട് അതെല്ലാവരും അച്ചീവ് ചെയ്യുക. ഈ 2 ഓഫറാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ടീമിന്റെ കൂടെ ഒരുമിച്ച് ഒന്നായിട്ട് മുന്നോട്ട് നീങ്ങിയാൽ നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ വേണ്ടി സാധിക്കും. ഡയറക്ട് സെല്ലിംഗിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് വിജയിക്കാൻ പറ്റില്ല. ടീമിന്റെ വിജയമാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് ഒരാൾക്കും വിജയിക്കാൻ പറ്റില്ല. ടീമിന്റെ വിജയമാണ്. അങ്ങനെ ആരെങ്കിലും അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം വിഡ്ഢികളുടെ മൂഢസ്വർഗത്തിലാണെന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെ ആരെങ്കിലും അഹങ്കരിച്ചിരുന്നെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ടീമിന്റെ വിജയമാണ് എന്റെ സുഹൃത്തുക്കളെ. അവിടെ നമുക്ക് ഒന്നിച്ച് വിജയിക്കാൻ വേണ്ടി സാധിക്കും. ഇതല്ലാതെ സാധാരണക്കാരന് ഇവിടെ എന്ത് മാർഗമുണ്ട് വിജയിക്കാൻ വേണ്ടിയിട്ട്? അവന്റെ കടബാധ്യതകൾ തീർക്കാൻ, കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന്, മക്കളെ കെട്ടിക്കാൻ പണമില്ല, വീടില്ല, വാടകയ്ക്ക് താമസിക്കുന്നു അല്ലെ? ഇങ്ങനെ ഈ പരിദേവനം പറഞ്ഞ് കരഞ്ഞ് സമയം കളയാതെ ഈ കിട്ടിയ അവസരത്തെ ഉപയോഗിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പഴയ കാലമല്ല ഇന്ന്. കാലം മാറിയിരിക്കുന്നു അല്ലെ? ഇന്ന് അവസരമുണ്ട്. ഇവിടെ നമുക്കറിയാം, നിരവധി ആളുകളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാൻ വേണ്ടി സാധിക്കും. ബോട്ടം ലെവലിൽ നിന്ന് ഉയർന്നു വന്ന നിരവധി ആളുകളുടെ കഥകൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് ഇല്ലേ? അവരെല്ലാം തന്നെ വെറും ഗ്രാസ് റൂട്ടിൽ നിന്ന് പറഞ്ഞ ഇല്ലേ? അതിനെ ഞാൻ പറഞ്ഞ അജ്ഫാന്റെ കഥ ഇല്ലേ? വെറും ഇല്ലേ 3-ാം ക്ലാസ് വരെ പഠിച്ച് അൽവിനി പാത്രവുമായിട്ട് വീടാന്തരം നടന്ന മുഹമ്മദ് കുട്ടിയുടെ കട ഇല്ലേ? മലപ്പുറക്കാരൻ. പാത്രം വേണോ എന്നുണ്ട് കണ്ണൂർ, മലപ്പുറം ജില്ലകളിൽ നടന്ന വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ അദ്ദേഹത്തെ കുറിച്ചിട്ട്. അദ്ദേഹം ഇല്ലേ അവസാനം പെങ്ങന്മാരെ കെട്ടിക്കാൻ നിവർത്തിയില്ലാത്തതുകൊണ്ട് വീട് വിറ്റിട്ട് പെങ്ങന്മാരെയും കെട്ടിച്ച് ബാക്കിയുള്ള തുച്ഛമായ കാശും കൊണ്ട് ഗൾഫിലേക്ക് കിടന്ന ആളാണ്. 3-ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള. അതാണ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അവിടെ ചെന്നിട്ട് ത്യാഗങ്ങൾ അനുഭവിച്ചിട്ട് കച്ചവടം ചെയ്ത് എന്റെ പൊന്നു സുഹൃത്തുക്കളെ തിരിച്ചു വന്നപ്പോ ഇന്ന് ഏകദേശം ഇല്ലേ പല ബിസിനസ്സുകളും ചെയ്തു. 300 കോടിയുടെ അസറ്റുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം. 300 കോടിയുടെ അസറ്റാ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അതാണ് പവർ എന്ന് പറയുന്നത്. അതാണ് മെന്റൽ പവർ എന്ന് പറയുന്നത്. അത് ട്രഡീഷണൽ ബിസിനസ് ആണ്. നമ്മുടെ ഇതെന്ന് പറഞ്ഞാലോ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ വേഗത റോക്കറ്റ് വേഗത്തിലാണ് പോവുക.
റോക്കറ്റ് വേഗത്തിലാണ് നമ്മുടെ ബിസിനസ് പോവുക. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അതിന്റെ ഒരു വീക്ക്നെസ് ആണ്. അതുകൊണ്ട് ഇത് ഡയറക്ട് സെല്ലിംഗ് ആണ്, ഇത് റോക്കറ്റ് വേഗത്തിലാണ് നമ്മുടെ വളർച്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഉറങ്ങുമ്പോൾ ഇതെല്ലാം പ്ലാൻ ചെയ്യുക, പുതിയ പുതിയ ലിസ്റ്റുകൾ ഉണ്ടാക്കുക, ആരെയൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ള ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അപ്ലൈൻ സഹായത്തോടു കൂടിയിട്ട് പുതിയ പുതിയ ആളുകളിലേക്ക് ചെല്ലാനും ഈ അവസരങ്ങളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും പുതിയ പുതിയ ജനറേഷനെ, കുട്ടികളെ വരെ നമ്മുടെ ഈ ടീമിലേക്ക് കൊണ്ടുവരാനും നമുക്ക് സാധിക്കുകയാണെങ്കിൽ വലിയ അച്ചീവ്മെന്റ്സിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. നമുക്കൊരു സുന്ദരമായ കേരളത്തെ നമുക്കിവിടെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ആരോഗ്യവും സമ്പത്തും സന്തോഷവും നിറഞ്ഞ വലിയൊരു സമൂഹത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അതിനുള്ള ഒരു ഉറച്ച തീരുമാനമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ അതിനുള്ള ശക്തിയും ആവേശവും ഊർജവും മനസ്സും നിങ്ങൾക്ക് ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പുത്തൻ പ്രതീക്ഷകളുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ വേണ്ടി സാധിക്കട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന സ്ട്രോങ് ആയ പ്ലാറ്റ്ഫോമിലാണ് നമ്മളുള്ളത്. ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെല്ലാം നമുക്ക് അതിജീവിക്കാൻ പറ്റുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയിലാണ് നമ്മളുള്ളത്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ടീമിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് ഈ രാത്രിയിൽ നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ വേണ്ടി സാധിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു സുഖനിദ്ര ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ജയ്. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്.